രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ 1-2 വാക്യങ്ങളാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. വാക്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപാഠമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35, 36, 37 തിരുവെടുത്തുകളാണ്. അത് ഒന്നുകൂടെ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചു. ഇടയ്ക്കിടയ്ക്ക് വാക്യം പറയുമ്പോൾ വായിച്ചോണം, കുഴപ്പമൊന്നും. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അതിന്റെ 37-ാമത്തെ തിരുവെടുത്ത് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ആ വാക്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം. ഇതെല്ലാം പെന്തിക്കോസുകാർക്ക് അറിവുള്ള കാര്യമായി പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ഹല്ലേലൂയ പാടിയാട്ടെ. ലോകമാകെ ഇളകുന്നേ, രാജ്യങ്ങേട്ട് വിറയ്ക്കുന്നേ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞേട്ടി വിറയ്ക്കുന്നേ. വിശുദ്ധ ഗണങ്ങൾ നോട്ടി നേരം കണ്ണിൽ ഉയർത്തു മണ്ണിൽ നിന്നുയരെ പോകും. വിശുദ്ധ ഗണങ്ങൾ നോട്ടി നേരം കണ്ണിൽ ഉയർത്തു മണ്ണിൽ നിന്നുയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നായേറി വരുന്നേ. ഓർത്തു ധ്യാനിക്കും തോറും എന്നായേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ. വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്നിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നെത്താം. സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നെത്താം. നവയെരൂശലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ. നവയെരൂശലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ. വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രികളിലും ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരിൽ കൂടി ആവശ്യമാകുന്ന ആത്മീക സന്ദേശങ്ങൾ കൂടപ്പെട്ടവരോടും
ശ്രദ്ധിച്ചവരോടും ദൈവം ഇടപെടുകയും വചനത്തിൽ കൂടി സംസാരിച്ചു. ഈ മൂന്നാമത്തെ രാത്രിയിലും ഔവണ്ണം ദൈവവചനത്തിൽ കൂടി ദൈവം സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി ആയതുകൊണ്ട് കർത്താവിൻ്റെ വരവിനോടും ചേർന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് മനസ്സിലാക്കുന്നു. ആ നിലയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മോട് ഇടപെടട്ടെ. എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35, 36, 37 തിരുവെടുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. 37-ാമത്തെ തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും വരും താമസിക്കുകയുമില്ല. ഏകവചനത്തിലാ ആ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്, വരുവാനുള്ളവൻ. ഇത് ദൈവസഭയോട് ബന്ധപ്പെട്ടായി പറയുന്നത്. അതുകൊണ്ട് ദൈവസഭയോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വരുവാനുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്നാൽ ലോകത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരാൾ വരാനുണ്ട്. അത് ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് വരുവാനുള്ള പ്രഭു. അങ്ങനൊരു പ്രയോഗമുണ്ട്, വരുവാനുള്ള പ്രഭു. വന്നിട്ടില്ല, വരുന്നതിൻ്റെ ലക്ഷണങ്ങളാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി മുഴു ശക്തിയോടെ വരാൻ വേണ്ടിയാ ഈ കോലാഹലമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം നമ്മുടെതല്ല, വിട്ടേക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിച്ചത് നമുക്കറിയാം, നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്ന ധ്യാനിക്കുന്നവർക്കറിയാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എന്തിനാ ഈ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്? നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആരംഭത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്തായി സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം അത് യേശു ക്രിസ്തു, എല്ലാവർക്കും അറിയാം. നല്ല വാർത്ത, സദ്വാർത്ത. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, പിന്നെ വലിയവരൊക്കെ പറയുന്ന കേട്ടായി പറയുന്ന ചിലപ്പോൾ തെറ്റിയെന്നിരിക്കും, ക്ഷമിക്കേണ്ട. ഗുഡ് ന്യൂസ് തെറ്റിയില്ലല്ലോ, നല്ല വാർത്തയാണ്. നല്ല വാർത്ത അതൊന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മറ്റു വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ കാതും കർണപുടമെല്ലാം വല്ലാതായിരിക്കുക. നമ്മൾ സമ്മതിക്കോ, എനിക്കൊന്നും കേൾക്കണ്ടേ എന്നാ പറയുന്നത്. കാരണം ആവശ്യമില്ലാത്തതെല്ലാം കേട്ട് കേട്ട് ഒരു പരുവത്തിലായി. അതുകൊണ്ട് ഇനി കേൾക്കേണ്ട നല്ല വാർത്ത അത് സുവിശേഷം. ആ സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, തത്വസംഹിതകൾ നിരത്തി വെക്കുകയല്ല, പ്രത്യയശാസ്ത്രമൊന്നും വാരി വിതറുകയല്ല. സാഹിത്യ ഭാഷയിൽ അമ്മാനമാടി ചില കാര്യങ്ങൾ പറഞ്ഞ് ആളെല്ലാം കൂടി ഇളക്കി ബഹളം ഉണ്ടാക്കി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കി വെച്ച് പോകുന്നതല്ല സുവിശേഷം, യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മന്നമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മന്നമേ ഇകത്തിലുണ്ടോ പറക.
പരിശുദ്ധ പരതാൻ വല്ലഭ പരതാൻ പരിശുദ്ധ പരതാൻ. വല്ലഭ പരതാൻ പരിശുദ്ധ പരതാൻ വല്ലഭ പരതാൻ പരിശുദ്ധ പരതാൻ മകത്വ പരതാൻ മന്നമേ മകത്വ പരതാൻ. യേശു വല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമേ ഇകത്തിലുണ്ടോ പറക. അപ്പൊ യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. നിന്റെ വീട്ടിൽ അച്ഛനുണ്ടെന്നോ കപ്പിയാരുണ്ടെന്നോ മെത്രാനുണ്ട്, ചെമ്മാച്ചനുണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർമാർ എമ്പടിയുണ്ട്, അവരുടെ കാര്യം തന്നെ പരിങ്ങല്ല. പുരുഷൻ തൊട്ടിക്ക് സ്ഥലം കൊടുത്തു, സഭാകോള് വെക്കാൻ 10 സെന്റ് കൊടുത്തു, അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ പാത്രം വരുമ്പം കാണിച്ചിട്ടത് കൊണ്ടോ കാണിക്കാതെ ഇട്ടത് കൊണ്ടോ കൂടുതൽ ഇട്ടത് കൊണ്ടോ കുറച്ചിട്ടത് കൊണ്ടോ അതൊക്കെ കനാബലം പോലെ ചെയ്യാം. ഉപദേശിമാർക്കും വിശ്വാസിക്കും കഞ്ഞി വെച്ച് കൊടുത്തത് കൊണ്ടോ അതിനുള്ള സാധന സാമഗ്രികൾ കൊടുത്തു, അതൊക്കെ നല്ലതാ. സ്വർഗത്തിൽ പോവുകയല്ല. ഞാൻ കുരിശുമൂട്ടിലെയാ, പകലോമറ്റത്തെയാ, ശങ്കരപുരിയാ, തെക്കേടത്തെയാ, കാളികാവിലെയാ, കളീക്കലയാ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. ഞങ്ങളുടെ വീട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുക, പൂട്ടണ്ട. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഹൃദയം തുറന്ന് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ കൺവെൻഷൻ നടത്തുന്നതിന്റെ ഉദ്ദേശവും അതാ. ഇതുവരെയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരേലും വന്നിട്ടുണ്ടെങ്കിൽ അവരിന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അല്ലാതെ പുള്ളിയുടെ ഈ കാശെല്ലാം കൂടെ വന്ന് തെള്ളി ഇതെന്നാ ചെയ്യണം, എന്നാൽ പൊടിയച്ചാരും കൊടുത്തു കൊടുക്കാം, ഒരു യോഗം നടത്താം. പുള്ളിയും പറഞ്ഞ് എനിക്ക് ഇച്ചിരി കാശിന് ആവശ്യമാണ്, എന്നാൽ നമുക്ക് ഇവിടെ തന്നെ നടത്താം. അങ്ങനെ നടത്തുന്ന യോഗമല്ല എന്നോർത്ത് ഇത് ചെലവില്ലെന്നല്ല പറഞ്ഞത്. ഇത് കാശ് കൂടിയിട്ട് നടത്തുന്ന യോഗമല്ല. ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി, ഈ യോഗം വിജയമാണ്. ചിലർ നോക്കുന്ന അനേകർ കൈ പൊക്കിയെങ്കിൽ യോഗം വിജയ്. ഈ മിക്കതും പൊക്കുന്നത് സഭയുടെ സെക്രട്ടറിയാ. പാസ്റ്റർമാർ നോക്കി ഇനി ആരുണ്ട്. അപ്പൊ അവർ ഓർക്കും ഇയാൾ നൃത്തത്വമില്ല, നമുക്ക് പോയി പറ്റും, ഉണ്ടാകുകയല്ല. അവസാനം കൈപോക്ക്. ഉടനെ ഉപദേശന്മാർ ഉയർത്തിയ കരത്തിനായി 30 വർഷം ഇതിനകത്തിരുന്ന കുഞ്ഞുഞ്ഞാ കൈപോക്കിയത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നീ കൈ പൊക്കിയാലും ആമേ പൊക്കിയില്ലെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. മരണം നിന്നെ പിടികൂടും. നിന്റെ അടുത്ത് നിപ്പോണ്ട് മരണദൂതൻ. തങ്കമ്മേ, അടുത്ത് നിപ്പോണ്ട് മരണദൂതൻ, സൈഡിലുണ്ട്, നിന്നോട് ചേർന്ന കസേര നിപ്പോണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് നിൽക്കുന്ന ദൂതൻ വന്ന് തപ്പുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനായി യോഗം സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാൻ ഒക്കാത്ത പരുവത്തിലാ ലോകവും സാഹചര്യവും വന്നിരിക്കുന്നത്, ഇല്ലേ? ആ ഇരിക്കുന്ന ഇരിപ്പ് തീർന്ന് അതിനെ ഉള്ളു. നീ ഇരിപ്പ് കണ്ട അവർക്ക് ഒരു 9 ഇക്കിളിട് വന്ന് ആരെ ഇക്കിളിന് നീ ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കസേര എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം.
ഈ സ്റ്റെപ്പ് ഇറങ്ങി താപ്പോട്ട് പോകുന്നതിന് മുന്നേ ഇതിനകത്തിരുന്ന് യേശുവിനെ നിന്റെ ഉടയവനായി ഏറ്റെടുക്കണം. അതിനാ യോഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഹൃദയം സമർപ്പിച്ചാൽ, കൈവെക്കണമെന്നല്ല, എഴുന്നേക്കണമെന്നൊന്നുമില്ല. അതൊക്കെ അവനവൻ്റെ അനുസരിച്ച് ദൈവമായിട്ടുള്ള ബന്ധമാണ്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഈ രാത്രി യോഗം വിജയമാണ്. അതിനാ യോഗം വച്ചിരിക്കുന്നത്. മരണം ഏത് സമയത്തും വന്ന് പിടികൂടും, ഇല്ലയോ? എപ്പോൾ വേണേലും പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഒരു ദിവസം മരണം വഴിയായി പോകേണ്ടവരാ. മനുഷ്യന്റെ ആയുസ് ക്ഷണികമാണ്. എഴുത്തച്ഛനെ ഞാൻ മിക്കയിടത്തും മരണ വീടുകളെയൊക്കെ പറയാറുണ്ട്, സമയം ഉണ്ടെങ്കിൽ. ഇപ്പൊ സമയം ഇല്ലല്ല, അനുശോചനമായതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല, പറയാൻ വയ്യ. എന്നാലും ആട്ടെ, ഉള്ളതാട്ടെ. എന്നാലും എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഒരു വാക്കെങ്കിലും കഴിവിൻ്റെ പരമാവധി പറയാൻ പരിശ്രമിക്കുന്നയാളാണ്. ഞാൻ ഈ മരണ വീടുകളിലൊക്കെ പോകും. എന്നെ ഒരാൾ വയ്ക്കുന്ന മരണദൂതനെന്നാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. കാരണം പുസ്തകത്തിലെ വാക്യം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ ഈ മരണ വീട്ടിൽ പോകുന്നതിന് പല ഗുണമുണ്ട്. അതിന് ഒന്ന് രണ്ട് ഗുണം ഒരാളെന്നോട് ചോദിച്ചാൽ ഇന്ന് എല്ലായിടത്തും അങ്ങ് പോകുന്നെന്ന്. അതിൻ്റെ 2-3 ഗുണം പറയാം. ഒത്തിരി ഉണ്ട്, 2-3. ഒന്ന്, എന്ന് ഈ മരണ വീട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള പല കാര്യത്തോടും വലിയ താല്പര്യമില്ല. കാരണം എന്നും ചെന്ന് ഈ പെട്ടിയാണ് കാണുന്നത്. പെട്ടിയും കാണുന്നത്, അതുങ്ങളെല്ലാം കാണുന്നത്, അനുശോചനം എല്ലാം കേൾക്കുന്നത്, പറയുന്നതെല്ലാം എപ്പോഴും ഇതല്ലേ ഇങ്ങനെയുള്ള വാക്യങ്ങളാണ്. അപ്പം ഇത് കൂടെ കേൾക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലുള്ള പല കാര്യത്തോടും വലിയ താല്പര്യമില്ല. നിങ്ങൾ മരണ വീട്ടിൽ പോകുന്ന നല്ലതാണ്. കല്യാണ വീട്ടിൽ തന്നെ എന്ന് അടിച്ചു പെരുക്കാതെ 5-6 കട്ട്ലേറ്റ് തിന്ന് അവസാനം പിന്നെ ഇന്നാളൊരാൾ ഇഞ്ചക്ഷൻ എടുത്തോണ്ടാ പോകുന്നത്. ഞാൻ ചായ വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ഇതെല്ലാം കരുതി കൂട്ടി അങ്ങ് പോവുക. അപ്പം അത് കുറച്ചുകൂടെ പോകരുതെന്നല്ല, കുറച്ചുകൂടെ കുറച്ചേച്ചി മരണ വീട്ടിൽ പോകുക എന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. 2, മരണ വീടുകളിൽ പോയാൽ അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ ഒറ്റ വാക്കിലാണെങ്കിലും പറയാം, യേശു രക്ഷിതാവാണെന്ന്. കല്യാണ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഒക്കത്തില്ല, കേട്ടിരിക്കത്തുമില്ല. ഇവിടെ ആകുമ്പം 2 പേര് ഇരുന്നോളും. പിന്നെ പല കാര്യമുണ്ട്. സ്തോത്രം. അപ്പം അതുകൊണ്ട് തന്നെയല്ല, എല്ലാവരുടെയും അവസാനം ഇങ്ങനെ ആണല്ലോ. എഴുത്തച്ഛനെ ഒരിക്കൽ കൊടുത്ത പ്രയോഗം ഇങ്ങനെ: ഭോഗങ്ങൾ ഓരോ ചണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ആയുസ് വേഗം പോകുന്നതാ. ഭോഗം, സുഖം. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. വഗ്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അതിന്റെ അർത്ഥം സ്കൂളിൽ പണ്ട് പഠിച്ചതാ, നിങ്ങളും പഠിച്ചതാ. നിങ്ങൾ ചിലര് മറന്നുപോയി, ഞാനതിലെ 2 വരി ഓർക്കുന്നതേ ഉള്ളു. എല്ലാവരും ഇതൊക്കെ പഠിച്ചതാ. അപ്പോൾ ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം. ഈ ലോകത്തിലെ സുഖം, ദാടിമോടി, ഇതെല്ലാം ക്ഷണപ്രഭയാ, മിന്നൽ പോലെ. കൊള്ളിയാൻ മിന്ന അധിക നേരം നിൽക്കത്തില്ല, മിന്നി അങ്ങ് പോകുമല്ലേ. ഇതുപോലാണ് ഈ ലോകത്തിലെ എല്ലാ ഭോഗങ്ങൾ. ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. നമ്മുടെ ആയുസ് വേഗം പോകുന്നതാ. ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, നിലത്ത് ഒഴിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. നമ്മുടെ ആയുസ് 4 വിരൽ നീളവന്ന്. സ്തോത്രം. ഇപ്പൊ പിന്നെ ഈ മരണ വീടുകളിലാന്നേലും പഴയ പാട്ടുകൾ പാടിയ മിക്കവർക്കും അറിയത്തില്ല. അത് ആരുടെയും കുഴപ്പമല്ല, ആരുടെയും കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ നമ്മളിതെല്ലാം ഈ ഉടമ്പടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് പാട്ട് പഠിക്കുകയും വേണ്ട, പാടുകയും വേണ്ട, അത് അവർ ചെയ്തോളും. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. പണ്ട് കാലത്ത് അങ്ങനല്ല. കടന്നു പോകുന്നവർ ഇതുപോലെ മോർച്ചറി സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം വീടുകളിലൊക്കെ ഭൗതിക ശരീരം വെക്കും. അപ്പൊ ഇരുന്ന് പാട്ടും പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടും തിട്ടം വരും, പഠിക്കുകയും ചെയ്യാം. ഇപ്പൊ പിന്നെ സമയമാകുമ്പം കൊണ്ടുവരും. അത് അവര് ചുമതലപ്പെട്ടവനുണ്ട്, അവര് പാടിക്കോളും. നമ്മൾ എല്ലാം ഉടുത്തൊരുങ്ങി റെഡിയായിട്ട് അവിടെ പോയി ഇരുന്നാൽ മതി. തന്നെയല്ല, അങ്ങനെ പഴയതുപോലുള്ള രീതികളല്ല, എല്ലാം ഒത്തിരി വ്യത്യാസമാണ്. ചില കാര്യങ്ങൾ നല്ലതുമാ ആട്ടെ. അതുകൊണ്ട്
ചില പാട്ടുകളൊന്നും പാടിയ ചിലർക്ക് ഇപ്പൊ അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മുടെ ആയുസ് ക്ഷണികമാണ്. അപ്പൊ അതിന് ഈ ആയുസ് ക്ഷണികമായെങ്കിലും മനുഷ്യൻ ഇങ്ങനെ അത്യാർത്ഥിയോട് ഓടുക, ഓരോന്ന് വെട്ടിപ്പിടിക്കാൻ. എത്ര കിട്ടിയിട്ട് മനുഷ്യന് തൃപ്തി വരുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ നേടുന്നു. ചക്ഷുശ്രവണ ഗളസ്തം, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ചക്ഷുശ്രവണൻ പാമ്പ്, ഗളം കഴുത്ത്, തൊണ്ട, വാ. ദർദുരം തവള എന്ന് പറഞ്ഞാൽ തവള ഇങ്ങനെ ചാടി ചാടി പോയപ്പം പാമ്പ് തവളയെ പിടിച്ച് പയ്യെ വിഴുങ്ങുക. തവളയുടെ രണ്ട് കാലും വയറിന്റെ ഏതാണ്ട് മുക്കാ ഭാഗവും പാമ്പിന്റെ വായ്ക്കകത്ത് ചെന്നു. പിന്നെ കുഞ്ഞങ്കൈ രണ്ടും ഇവിടെ നിച്ചിരേ ഉള്ളു വെളിയില്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. അടുത്തത് ഇങ്ങനെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട് തവളെ വിഴുങ്ങി മുക്കാലും വിഴുങ്ങി നിച്ചിരയുടെ ഉള്ളു വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ദർദുരത്തിന്റെ തവളയുടെ മുന്നിൽ കൂടെ ഒരു വിട്ടില് പോയാൽ ചാടി പിടിക്കുക. ഇതാ മനുഷ്യന്റെ പ്രകൃതി. മുക്കാ ഭാഗവും പാമ്പിന്റെ വായിലായി. എന്നാലും കണ്ണിന്റെ മുന്നിൽ വിട്ടില് പോയാൽ. അപ്പൊ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാ പരിഗ്രസ്തമാല്ലോ. കാലമാകുന്ന അകി പാമ്പ്, ഈ കാലമാകുന്ന പാമ്പിന്റെ വായിൽപ്പെട്ട് ലോകം മുഴുവൻ ആലോല ചേതസ ഭോഗങ്ങൾ തേടുക. അപ്പോൾ അത് പാടില്ല. കാലമാകുന്ന അഹി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഡംബോടുവാണിടും ധനാഢ്യ സാധുക്കളായോരും ഡംബോടുവാണിടും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം. എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാ. അതുകൊണ്ട് മരണദൂതൻ വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. ഈ യോഗം അതിന് ഇടയാകട്ടെ. അപ്പോൾ സുവിശേഷം അത് യേശു ക്രിസ്തു. ആ സുവിശേഷമാണ് പ്രാരംഭത്തിൽ 4 പുസ്തകം നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം. ആ സുവിശേഷത്താൽ അവൻ കടന്നു വന്ന ശ്ലീകന്മാരുടെ പ്രവൃത്തി, അതാണ് അപ്പോസ്തല പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും അനേകര് ഈ കൃപയിൽ വന്നു, ദൈവസഭയിൽ വന്നു. അവരെ കർത്താവിന്റെ വരവനായി ഒരുക്കിയെടുക്കുവാൻ ആത്മനിയോഗം പ്രാപിച്ച് അഭിഷിക്ത ദാസന്മാരാൽ എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ലേഖനങ്ങളെല്ലാം ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ആമേ എഴുതിയിരിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ദൈവസഭ ഒരുക്കപ്പെടണം. എന്തിന്? കർത്താവിന്റെ വരവിനായി. അങ്ങനെയുള്ള ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ മിക്കപ്പോഴും പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, തർജ്ജമ ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്തിയ ലേഖനം, എബ്രായ ലേഖനം. അധികം വിവരിക്കുന്നില്ല, ഇവിടെ സമയത്തിന്റെ പരിമിതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്ത് തന്നെ പ്രസംഗം നിർത്തും. അതിന് മിക്കവാറും 1 മിനിറ്റ് മുമ്പായിരിക്കും യോഗം നിർത്തുന്നത്. ദൈവത്തിന് മഹത്വം. ചിലർക്ക് എന്നെപ്പറ്റി ഒത്തിരി ചിന്താഗതി ഉണ്ട്. അതിലൊരു ചിന്താഗതി, അയാൾ നേരത്തെ കാലത്ത് വന്ന് യോഗം നിർത്തുകയല്ലെന്ന. അതിന് ഒരു കാര്യം പറയാം. ഈ ചിലയിടത്ത് യോഗത്തിന് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും എപ്പം നിർത്തണം. അപ്പം ഈ പൊതുവിൽ നോട്ടീസിലൊക്കെ 9:30 അല്ലെ 9 എന്ന് വെച്ചെങ്കിലും ചെവി എന്ന് പറയും
പൊക്കോട്ടെന്ന് പറയും. അതാ ചിലടത്ത് എടുക്കുന്നത്. ഇപ്പം പൊതുജനത്തിന് അറിയത്തില്ല എവരിടയ്ക്ക് ഈ കയറി പറഞ്ഞത്. അതിൻ്റെ എല്ലാം തല്ല് മേടിക്കുന്ന ഞാനാ. എന്നാൽ ചിലടത്ത് പറയും കൃത്യം 9-ന് യോഗം നിർത്താം. അവിടെ കൃത്യം 9-ന് നിർത്തുകയും ചെയ്യും. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെന്തിക്കോസ് അല്ലേ, ചിലപ്പോൾ ഒരു ആത്മ നടത്തിപ്പിൽ 4-5 മിനിറ്റ് ചില യോഗങ്ങൾ മുമ്പോട്ട് പോകാറും ഉണ്ട്. സ്കെയിലും പിടിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. എന്നാൽ ഇന്ന് നാളെ സഭായോഗമൊക്കെ ഉള്ളത് കൊണ്ട് ആ പറഞ്ഞതിന് 1 മിനിറ്റ് മുമ്പ് പ്രസംഗം നിർത്തിയിരിക്കും, ദൈവം അനുവദിച്ചാൽ. അങ്ങനെ തന്നെയാണ്, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനത്തിന്റെ വിശേഷതയിൽ ചിലത്, ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത് എന്താ? വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ, ത്യജിച്ചതിനേക്കാൾ, വർജിച്ചതിനേക്കാൾ ഏറ്റവും നല്ലതാണ്, നല്ല സ്ഥലമാണ്, നല്ല ഇടമാണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, പ്രതിപാദ്യ വിഷയം, കർത്താവാകുന്ന യേശു ക്രിസ്തു, പ്രതിപാദ്യ പുരുഷൻ. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കാരണം നിങ്ങൾക്കറിയാം, എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ, ക്രിസ്തു മാർഗത്തിൽ വന്നവരാ. ഇവരിൽ കൂടുതലും പേര് യഹൂദന്മാരായിരുന്നു. നമ്മുടെ നാട്ടിലും യഹൂദന്മാരാണെന്ന് പറയുന്ന ചില ആൾക്കാര് ഉണ്ട്. ഒരിക്കലെ എന്നോടൊരാൾ വന്ന് പറഞ്ഞു, ഞാൻ യഹൂദനാന്ന് പറഞ്ഞു. മട്ടാഞ്ചേരി വെച്ചല്ല, തിരുവല്ലായി വെച്ച. എല്ലാരും അല്ലെങ്കിൽ പറഞ്ഞ പുള്ളിക്ക് ഈ കളറാ. ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ നോക്കണ്ട, യഹൂദനാന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചേച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, വേറെ ആരോട് ഇത് എന്ന് പറയണ്ട. അതെന്നാന്ന് ചോദിച്ചു. കളർ ഇങ്ങനെ. ഞാൻ പറഞ്ഞ കളറൊന്നുമല്ല കാര്യം, കളറ് അതെങ്ങനെയും ആട്ടെ, അതല്ല വിഷയം. ഇത് യഹൂദനാന്തി എന്ന് ഇവന്മാർ ഇതുപോലെ നാശം പിടിച്ചവന്മാരാ. ഒരു വാക്യം ഒന്ന് വായിച്ചു തരും. ഞാനില്ല യഹൂദനാന്ന് പറഞ്ഞു നടക്കുക, നീ ഈ വാക്യം കൂടെ വായിച്ചേ പറഞ്ഞു നടക്കാവൂ. തിമോത്തിയോസിന്റെ ആ തെസലോനിക്ക് ലേഖനം, 2-ാം ലേഖനം എടുത്ത്, നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ ഞാൻ റെഫറൻസ് 1-ാം ലേഖനം, മോനെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ച്. തെസലോനിക്കരുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല കക്ഷികളാ. യഹൂദരെ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവന്മാരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പൗലോസാ എഴുതിയത്. അപ്പോസ്തലന്മാരെ അല്ല, ഓടിച്ചു കളഞ്ഞവന്മാരാ. നല്ല കക്ഷികളാ. ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. വായിച്ചോ. സകല മനുഷ്യർക്കും വിരോധികളും. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അതാ യഹൂദൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇനി വേറെ ആരോടും ചെന്ന്, വിശേഷിച്ച് തിരുവല്ലായിൽ ഏരിയയിലെങ്കിലും ചെന്ന് പറഞ്ഞു വെറുതെ അതല്ല മേടിച്ചു പോകരുത്. പിന്നെ പറഞ്ഞ എന്നാ ഇനി ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ആ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നല്ലത്. നമ്മുടെ വിഷയം അതല്ല, വിട്ടേക്കാം. അപ്പോൾ എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന്
ഈ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരാ. ഇനി മറുവശമുണ്ട് യഹൂദൻ. അവർക്ക് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വിശേഷതകളുണ്ട് താനും. അവരെ പറ്റി വായിക്കുന്നത് ദൈവത്തിന്റെ ജനമെന്ന. ന്യായപ്രമാണവും വാഗ്ദത്തവും പിതാക്കന്മാരുമല്ല അവർക്കായിരുന്നെന്ന റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ. അതൊന്ന് വായിച്ചേര്. റോമാലേഖനം 9:3 ഒന്ന് വായിച്ചോ. നിങ്ങൾ രണ്ടുപേർക്കും വായിക്കാം. ശുപാർശ എടുത്തെങ്കിൽ വായിക്കാം. ദൈവത്തിന് മഹത്വം. അവർ ഇസ്രായേലിയർ പുത്രത്വവും അവര് ഇസ്രായേലിയർ യാക്കോബ് എന്ന പിതാവിനാൽ ജനിച്ച് അവൻ ജീവിച്ച മക്കളാണ് 12 പേര്. അവരെ പറ്റിയ ഇസ്രായേൽ. അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാരും അവർക്ക് വേണ്ടി മാത്രമുള്ളതാ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ ഇതൊക്കെ യഹൂദനെ കൊള്ള ചില വിശേഷതകളാണ്. അപ്പൊ തന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ കൊഴപ്പടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദന് ഈ കൊഴപ്പടി അല്ലെങ്കിലും മറ്റേ കാര്യത്തിൽ ഇവര് വളരെ ഈ ഡെമ്പ് കാണിക്കുന്നവരാ. ഞങ്ങൾ ഇസ്രായേലില് ന്യായപ്രമാണം, പുത്രത്വം, വാഗ്ദത്തം, നിയമങ്ങൾ, ആരാധന ഇതെല്ലാം ഞങ്ങൾക്ക്. പിതാക്കന്മാര് ഞങ്ങളുടെതാണ്. അവരാ ഈ പിതാക്കന്മാരെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ, പിതാക്കന്മാരുടെ ദൈവം എന്നൊക്കെ അവരാ പറയുന്നത്. അവര് പറഞ്ഞെങ്കിലേ ഒക്കൂ. നമ്മൾ കയറി പറയാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ ഇരിക്കുന്നവരാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ മിണ്ടിപ്പോകരുത്. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പല കക്ഷികൾ ഇന്ന് രാത്രി യോഗത്തിന് വരും. അവത്തങ്ങളെല്ലാം വന്ന് വാതൊക്കെ പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിക്കാനും പറയാനും ഒക്കത്തില്ല. തല്ലുമേടി ചൂപ്പാട് വരും. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? കുന്തമായിട്ട് ആൾക്കാർ വരും. ജോർജ് കുട്ടി എന്നെ വിളിച്ച് എന്തിനാന്ന് ചോദിക്കും. സ്തോത്രം. പല രീതിയിൽ വരും. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. വെറുതെ ഈ 3-ാമത്തെ ദിവസം എന്തിനാ അലോഗ്യം ഉണ്ടാക്കി. പലരും വരും. പെണ്ണുങ്ങളും വന്ന് വാതൊക്കെ നിൽക്കും. എന്തിനാ വിളിച്ച എന്നാന്ന് ചോദിക്കും. ചിലതിനെ കണ്ടാൽ നമുക്ക് പേടിയും വരും. രാത്രിയില്ല കറണ്ട് പോകുമ്പോഴാണ് 5-ാം പനിയും വരും. പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ വരും. വന്ന് ചോദിച്ചേക്ക് ഞങ്ങളെ എന്നാ വിളിച്ചത്. നമ്മൾ പറയും ഞങ്ങൾ ആരെയും വിളിച്ചില്ല, ദൈവത്തെ വിളിച്ച. അല്ലല്ല, നിങ്ങൾ വിളിച്ചത് പിതാക്കന്മാരുടെ ദൈവമേന്ന. നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് പലരെയും സേവിക്കുകയും ആരാധിക്കുകയും അവരെ അനുഗമിക്കുകയൊക്കെ ചെയ്തതാ. അതുകൊണ്ട് അവരെല്ലാം വരും. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമേന്ന് ഉണർവ് കയറി ആരും വിളിക്കണ്ട. വിളിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവമേ എന്ന്. നീ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. യേശു ക്രിസ്തുവാണ് ഏക ദൈവം. യേശു ക്രിസ്തുവാണ് സത്യദൈവം. യേശു ക്രിസ്തുവാണ് നിത്യദൈവം. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അതുകൊണ്ട് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇവിടെ പിതാക്കന്മാരും അവർക്കുള്ളവർ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷതകളും യഹൂദനുണ്ട്. ഈ വിശേഷതകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർക്ക് അഹങ്കാരവുമുണ്ട്, ഡെമ്പുമുണ്ട്, ഹുങ്കുണ്ട്. യഹൂദന്മാർക്ക് അങ്ങനെ ഉണ്ട്. ഇവര് വേറെ ആരെയും അംഗീകരിക്കുന്നില്ലല്ലോ. തന്നില്ല പ്രമാണമല്ല അവർക്കാ. പ്രമാണം വെച്ച് നോക്കുമ്പം അവർക്ക് അനുഗ്രഹമാ. നമുക്കോ മുഴുവൻ ശാപമാ. അവരോടാ പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ ഇപ്പുറം നിൽക്കാണ്ട് നമ്മൾ നോക്കി ചോദിച്ചു പട്ടണത്തിൽ നീ ഗുണം വരികയല്ല. അവരെ നോക്കി പറയും വയലിൽ നിന്നെ അനുഗ്രഹിക്കും. അത് പറഞ്ഞേച്ച് നമ്മളെ നോക്കി മുഞ്ഞ വീണ് പോവുകയുള്ളൂ. പിന്നെ അവന്മാരെ നോക്കി വെച്ച് പറയും നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പേറും പുറപ്പുമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ കന്നാലി എല്ലാം വെട്ടുപാടം വന്ന് യാകുകയുള്ളൂ. ഇതായത് തമ്മിലുള്ള വ്യത്യാസം. നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം ഗുണം വരികയല്ല, ശാപമാണ്. യഹൂദന് മുഴുവൻ അനുഗ്രഹമാണ്. അവനോട് രാവിലെ നിന്നേച്ച് പറയും നിന്റെ മാവ് കുടയ്ക്കുന്ന തൊട്ടിയും കൊട്ടയും വട്ടിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മളെ നോക്കി വെച്ച് പറയും നിന്റെ ചട്ടി എടുത്ത് നിന്റെ കൊച്ചു നിന്റെ തല തല്ലി പൊട്ടിക്കും. നമുക്ക് മുഴുവൻ പ്രാക്കും ശാപവുമാണ്.
അവർക്ക് മുഴുവൻ അനുഗ്രഹമാണ്. എന്നാൽ ഇടയ്ക്ക് കയറി പറയാം, ആ ശാപം മുഴുവൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ വാങ്ങിച്ച് ആ ശാപത്തിന്റെ കീഴിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, അധികം വിവരിക്കുന്നില്ല ആ ഭാഗം. അപ്പോൾ യഹൂദന് ന്യായപ്രമാണം, ആരാധന, അതെല്ലാം അവർക്ക്, നമുക്കൊന്നും ആരാധിക്കാനൊക്കെ ഇല്ല. നമ്മൾ ആരാധിക്കാൻ പോവാന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഒന്നും ചെന്നാൽ അതുങ്ങൾ കൂട്ടുകയില്ല, ആരാധിക്കുകയില്ല, ആരാധിപ്പിക്കത്തില്ല. അത് അവർക്കാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണവും പുത്രത്വവും ആരാധനയും വാക്തത്വവും നിയമങ്ങളും ചട്ടവും അവർക്ക്, നമുക്കിതൊന്നുമില്ല. അതുകൊണ്ട് യഹൂദന് ഈ ജാതിയിൽ ഇവര് ഇച്ചിരി മുന്നിലായതുകൊണ്ട് ഹുങ്കുണ്ട്, തണ്ടുണ്ട്, തലക്കനമുണ്ട്, ഹുങ്കുമൊക്കെ ഉണ്ട്. ഇവര് വേറെ ആരോടും വലിയ സഹവാസവും സഹകരണവും ഒന്നും ഉള്ളവരല്ല. ആട്ടെ, വിവരിക്കുന്നില്ല. തന്നെയല്ല, ജഡപ്രകാര ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. തന്നെയല്ല, അവർക്ക് ആ യെരൂശലേം പള്ളി, ആ പള്ളിക്കകത്ത് പുരോഹിതന്മാർ, അത് കൂറിന്റെ ക്രമത്തിൽ ദാവീദിന്റെ കാലത്ത് 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന, നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ നടത്തിപ്പുകാരായിട്ട് മഹാപുരോഹിതൻ, അത് സ്ഥാനചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതനുണ്ട്. ആണ്ടിൽ ഒരിക്കൽ പുള്ളി ആ വസ്ത്രമെല്ലാം കൂടെ ധരിച്ച് ഒരു വരവുണ്ട്, അത് കണ്ടാൽ തന്നെ ചുമ്മാ നിൽക്കുന്നവരും വെച്ചു പോകും. ആ പരുവത്തിനാ പുള്ളി ഇറങ്ങി വരുന്നത്. അത് നീളക്കുപ്പായോ നിലയെങ്കിൽ നടക്കെട്ട് ഏവോതും മാർപ്പതക്കോ ഉള്ളെങ്കിൽ മേലെങ്കിൽ തലമുടിയും വെച്ചുകെട്ടും എല്ലാം കൂടെ വെച്ച് പുള്ളി അവിടെ നിന്ന് ഒരു വരവ് വരുമ്പം 2 വെടിയും ഒരു പുകയും ഒരു പിന്നെ ഉണ്ട്, പലതുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ ചുമ്മാ റോഡ് നിൽക്കുന്നവനും അടുത്തോട്ട് വരാൻ നമ്മൾ. അപ്പൊ പുള്ളി ആണ്ടിൽ ഒരിക്കൽ ഒരു വരവുണ്ട്. അപ്പോൾ മഹാപുരോഹിതൻ സ്ഥാനചിഹ്ന വിശേഷ വിഭൂഷിതനായിട്ട് പുള്ളി, പുരോഹിത വൃന്ദങ്ങൾ, ജാതിയിൽ ശ്രേഷ്ഠര്, ഈ വിധത്തിലുള്ള പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളുമെല്ലാം അവർക്ക്. മാത്രമല്ല, തലകെടുപ്പോടെ നിൽക്കുന്ന യെരൂശലേം ദേവാലയം, വലിയ പള്ളി, ഭയങ്കര പള്ളി, അത് 3 ഭാഗമായിട്ട് അതിന്റെ ക്രമത്തിൽ ചെയ്തു വെച്ചിരിക്കുക. ഹെരോദാവ് ഇതിനെ ഒന്ന് പുതുക്കി പണിതു. ശലോമോന്റെ ആലയം വളരെ ഗംഭീരമായിരുന്നു, അത് തകർന്നു പോയെങ്കിലും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം തിരിച്ചു വന്ന് പണിത്. നെഹമ്യാവ് മതിലിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു. ഈ സെരുബാബേലിന്റെ ആലയത്തെ യേശുവിന്റെ കാലം വന്നപ്പോൾ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു. അങ്ങനെ തലകെടുപ്പോടെ നിൽക്കുന്ന വലിയ പള്ളി. ഈ പള്ളിക്കകത്ത് സ്വർണത്താലും തങ്കത്താലും നിർമ്മിക്കപ്പെട്ടതായ ഉപകരണങ്ങൾ, അത് കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ പള്ളിക്കകത്ത്. പിന്നെ പള്ളിയും പരിസരവും അതിന്റെ പരിവട്ടവും എല്ലാം കൂടെ കോടിക്കണക്കിന് വിലമതിക്കാൻ പറ്റുകയില്ല. അതുപോലെ സ്വത്ത്, തലയെടുപ്പോടിരിക്കുന്ന പള്ളി, പുരോഹിത വൃന്ദങ്ങൾ, മഹാപുരോഹിതൻ, ജാതികൾ ശ്രേഷ്ഠർ, ഈ വിധത്തിലുള്ള പ്രമാണങ്ങളും കാര്യങ്ങളെല്ലാം അവർക്ക്. അങ്ങനെ എല്ലാം കൊണ്ട് ഇവര് ഉന്നതന്മാരാ. അപ്പൊ ഇങ്ങനെയുള്ള ഈ യഹൂദ ജാതി ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ വരുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതെ, ജാതികൾ ശ്രേഷ്ഠര്, കാണാൻ നല്ല ചന്തം, നല്ല തലയെടുപ്പ്, ഇഷ്ടം പോലെ സ്വത്ത്, വലിയ പള്ളിയും പള്ളിയുടെ ചുറ്റുവട്ടവും കാര്യങ്ങളല്ല, ഈ വിധത്തിലുള്ള പ്രമാണങ്ങൾ, ഇതെല്ലാം ഉള്ള ഇവര് ഇതെല്ലാം വിട്ടേച്ച് ദൈവത്തിന്റെ സ്വന്തം ജനം, സമ്പത്ത് ദൈവത്തിന്റെ, ഇങ്ങനെയുള്ള ഇവര് ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ പുറകെ, നസ്രായന്റെ പുറകെ ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇതൊന്നുമില്ലാതെ വന്നിട്ട് തന്നെ നമ്മുടെ ഗമയും ഇരിപ്പും കാണണം. പക്ഷെ ഞാൻ ഇങ്ങനൊന്നും വന്നിരിക്കേണ്ട ആളെ അല്ല, പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആരാരെന്ന് അറിയാമോ? സ്തോത്രം. ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം വന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊന്നും ഇരിക്കേണ്ട ആളെ. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിപ്പാപ്പനോട് ഒരാളോട് ചോദിച്ചേടെ എന്നെയും കൂടെ അങ്ങോട്ട് യോഗത്തിനാൻ പറഞ്ഞു. കാറയിൽ ഇടയില്ലെന്ന്. ഇടയില്ലാഞ്ഞിട്ടല്ല, കൊണ്ടുപോകാൻ കഴിയല്ലായിരുന്നു. അപ്പൊ പുള്ളി ഉടനെ പറഞ്ഞു, ഇവൻ എന്നാ, എന്നോട് ചോദിച്ചു, ഇവൻ എന്നാ കാറ് കാണാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല അനീഷ് കുമാറെ, ഇവന് കാറൊന്നും ഇല്ലായിരുന്നു. ഇവനുണ്ടായിരുന്ന കാറ് മഴക്കാറ്. പുള്ളി അരിശം കയറി പറഞ്ഞതാ. പിള്ളേര് വെളിയിലോട്ടൊക്കെ പോയപ്പോഴാ ഒരു കാറും വണ്ടിയൊക്കെ ഇപ്പം മേടിച്ചത്. 10 രൂപ ഇപ്പം പിള്ളേർ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയത് കൊണ്ടല്ലേ. എന്നാലും ചിലരുടെ ആ അഹങ്കാരവും ഹുങ്കും ഒന്നും പറഞ്ഞറിയിക്കാൻ ഒക്കാത്തതാ. അത് പോട്ടെ. അപ്പൊ എബ്രായ ജാതി, എബ്രായ ജനം
ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിന്റെ മതത്തിന്റെ പുറകെ ഇറങ്ങി. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പൊ ആരംഭ സമയത്ത് ഇവർ ഇറങ്ങി വളരെ തീക്ഷണതയോടെ ഇവര് കർത്താവിനെ സേവിച്ചവരാ. ഇവര് ഉണ്മയോടെ, തീക്ഷണതയോടെ, വളരെ ഉശിരോടെ, വളരെ പ്രത്യാശയോടെ യേശുവിനെ സേവിച്ചും സ്നേഹിച്ചും വന്നവരാ. അതിന് 2 വാക്യമാ സാധാരണ തെളിവ്. നിങ്ങൾക്കറിയാം, വായിച്ചേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ഇവൻ ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നതിന് തെളിവ്. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർക്കണം. അപ്പോൾ ആരംഭ സമയത്ത് തീഷ്ണതയോടെ, ഉണ്മയോടെ ഇവര് ദൈവത്തെ സേവിച്ചവരാ. ആര്? എബ്രായ വിശ്വാസികൾ. പെന്തിക്കോസിന്റെ ആരംഭത്തിലും അങ്ങനെ ആരംഭത്തിൽ ഇറങ്ങിയ പിതാക്കന്മാരൊക്കെ നല്ല തടിപ്പുറത്തെ വെടി പോലാ നിന്നേ. പാട്ട കൊട്ടി കളിയാക്കി. പക്ഷെ അവര് ക്ഷീണിച്ചൊന്നും പുറകോട്ട് പോയില്ല. ചാണകവെള്ളം തളിച്ചും ചാണകം എടുത്ത് എറിഞ്ഞു. അവരാരും പിന്മാറിയില്ല. കല്യാണപ്പന്തി ഇരുന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവര് പ്രാഗിയില്ല, അലച്ചുമില്ല, ആരെയും തെറിയും പറഞ്ഞില്ല. സ്തോത്രം. പക്ഷെ അവരെല്ലാം ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നു. കമ്മലും മാലയും ഊരി അതിനെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. സന്തോഷത്തോടെ സഹിച്ചു. സ്തോത്രം, സ്തോത്രം. കുടുംബക്കാര് മിണ്ടുകയിലായിരുന്നു, കുടുംബത്തിൽ കയറ്റുകയിലായിരുന്നു. ഒരു കാര്യം വന്നാൽ അറിയിക്കത്തുമില്ല. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ലായിരുന്നു. ഭാഗോടമ്പടി ചെയ്തു. ഓഹരി കൊടുത്തിട്ടില്ല. ചിലർക്ക് കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാൻ പോയില്ല, കേസിനും കോടതിക്കും ഒന്നും പോയില്ല. സ്തോത്രം ചെയ്തു. പക്ഷെ അവരെ ആരെയും ദൈവം കൈവിട്ടില്ല. അവരുടെ സന്തതിക്ക് ഒരു കുഴപ്പം വന്നില്ല. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സാധിച്ചു. അപ്പോൾ ആരംഭകാലത്ത് വളരെ തീക്ഷണതയോടെ നിന്നവരായ എബ്രായ വിശ്വാസികൾ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആരംഭ സമയത്ത് ഈ നിന്നയും പീഡയും കൂത്തുകാഴ്ചയും ഒക്കെ ധാരാളം. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം. വിശ്വാസത്തിൽ വന്നപ്പോൾ കഷ്ടമെല്ലാം മാറുകയല്ല, കഷ്ടങ്ങളുടെ പോരാട്ടമായിരുന്നു. നമ്മൾ ചിലരോട് പറയുന്നത് ഇതിനകത്ത് വന്നാൽ മതി എല്ലാ കഷ്ടവും. ചുമ്മാ നീ പൊട്ടത്തരവെന്നും വിളിച്ച് പറയരുത്. ഇതിനകത്ത് വന്ന കഷ്ടം മാറുവാൻ ആരാ നിന്നോട് പറഞ്ഞേ? പുസ്തകത്തിൽ വായിക്കുന്നത് ലോകത്തിൽ കഷ്ടം ഉണ്ടെന്നാണ്. കഷ്ടം മാറുമെന്ന് പറയുന്ന പുള്ളിയും യോഗം കഴിയുമ്പോൾ പറയും സ്തോത്രം, അക്കൗണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും. ഇപ്പം പിന്നെ അക്കൗണ്ട് നമ്പരുമല്ല ഈ ഞെക്കുമ്പം എന്നെ അതിന് പറഞ്ഞു എന്തേലും ആട്ടെ. സ്തോത്രം. പണ്ടൊക്കെ സ്തോത്ര കാഴ്ച പാത്രം, ഇപ്പം അതും വേണ്ട, വാതൊക്കെ വെച്ചിരിക്കുക. ഞെക്കിയേച്ച് ഇങ്ങോട്ട് അവനാ ഇവിടെ കയറുന്നു, എല്ലാ കഷ്ടവും മാറുമെന്ന്. പൊട്ടത്തരമല്ല വിളിച്ച് പറയും. കർത്താവ് തിരുവായി മൊഴിഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ്. യേശുവിനപ്പുറം ഒറ്റ ഒരുത്തനുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെട്ടോണം. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ നീ പോകുമ്പോഴും സ്തോത്രം ചെയ്യുവാനും പാട്ട് പാടാനും സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ള കൃപ ദൈവം നിനക്ക് തരും. മക്കതോന്യക്കാരെ പറ്റി എഴുതിയിരിക്കുന്നത് കഷ്ടത എന്ന കഠിനശോധനയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അവര് ഭയങ്കര സന്തോഷമായിരുന്നെന്ന. വെറും സന്തോഷമല്ല, സന്തോഷ സമൃദ്ധി. കഷ്ടത എന്ന കഠിനശോധനയെ കൂടാ പോകുന്നത് മക്കതോന്യക്കാര്. മഹാദാരിദ്ര്യം. വാക്യം വായിച്ചേ മോനെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. നമ്മുടെ വിഷയം അല്ലെങ്കിലും സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളോട് അറിയിക്കുക. ശ്രദ്ധിച്ചേ. എന്തുവാ ദൈവകൃപ? അടുത്തത് കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും. അത് ദൈവകൃപയാണെന്നാ പറയുന്ന. കഷ്ടത എന്ന കഠിന ശോധന അത് ദൈവകൃപയാ. ഇന്നെങ്ങാനുള്ള പൊട്ടന്മാര് പറയുന്ന പോരാട്ടമാ, ശാപമാന്ന്. അവനെല്ലാം മട്ടാന്ന്. പട്ടന്മാർ ഒത്തിരി ഉണ്ട്. കഷ്ടത എന്ന കഠിന ശോധന അത് ദൈവകൃപയാ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. അടുത്ത വാക്യം.
അവരുടെ സന്തോഷ സമൃദ്ധിയും. അപ്പൊ കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ അവർ സന്തോഷ സമൃദ്ധിയുള്ളവരാ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട പലരും പല കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. പറയാൻ പറ്റുന്ന കാണും, പറയാൻ പറ്റാത്ത കാണും. പക്ഷേ ദൈവസന്നിധി വരുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ജീവിതത്തിൽ സന്തോഷ സമൃദ്ധി ഉണ്ടായിരിക്കണം. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ പോകുമ്പോൾ സന്തോഷ സമൃദ്ധിയും പിന്നെ മഹാദാരിദ്ര്യവും. ആണ്ട് മഹാദാരിദ്ര്യം, ചെറിയ ദാരിദ്ര്യം ഒന്നുമല്ല, മഹാദാരിദ്ര്യം. പിന്നെ ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. കണ്ടോ, ഇതാ ദൈവകൃപ. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോവുക. ആ കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ മഹാദാരിദ്ര്യവും കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ പോകുമ്പോഴും രണ്ട് കാര്യം എടുത്തു പറയുക. ഒന്ന്, മഹാസന്തോഷം. രണ്ട്, ഈ ദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കുന്നു. അത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ അതിന് ദൈവകൃപ വേണം. ദൈവകൃപയുള്ളവർക്കേ പറ്റൂ. എല്ലാവരെ കൊണ്ടും ഒക്കത്തില്ല. അത് കൃപയാ. അതാ കൃപ. നമ്മൾ ഈ കൃപ എന്ന് ഓർക്കുമ്പോൾ മറുഭാഷ മാത്രം പറയുന്നത് അല്ല കൃപ. പ്രവചനം പറയുന്നത് മാത്രമല്ല കൃപ. ഭൂതത്തെ ഇറക്കുവോ ഇങ്ങോട്ട് വിളിക്കുവോ ആയിക്കോട്ടെ, അതൊന്നും അല്ല ദൈവം. അത് കൃപയല്ലെന്നല്ല. അതാ ചിലര് കൃപ അല്ലല്ല. ഇത് വലിയ ദൈവകൃപയാ. ഏത് കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ പോകുമ്പോഴും ഭയങ്കര സന്തോഷം, അത് കൃപയാ. അവൻ മഹാദാരിദ്ര്യത്തിന്റെ നടുവിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കാനുള്ള മനസ്സ്, അത് ദൈവകൃപയാ. അതുള്ളവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഓ നീ കൃപ കാട്ടി നായക, ജീവദായക, നീ കൃപ കാട്ടി നായക, ജീവദായക. മനുവേല വന്ദനം മണ്ണിലേനാ, മനുജാതിക്കായി വന്നതാ ഉന്നതാ. അത്ഭുതം പരാ അത്ഭുതം പരാ. ഓ മനുവേല വന്ദനം മണ്ണിലേനായി, മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതെ, ഓടിച്ചു മുമ്പോട്ട് പോകാൻ കഷ്ടത എന്ന തീച്ചൂളയിൽ കൂടെ പോകുമ്പോഴും ആമേ സന്തോഷ സമൃദ്ധി. അപ്പോൾ ആരംഭ സമയത്ത് എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും പ്രകാശനം ലഭിച്ച ശേഷം വളരെ തീക്ഷണതയോടെ ദൈവത്തെ സേവിച്ചവരാ. മാത്രമല്ല, ആ തീക്ഷണതയുടെ വിശേഷതയാണല്ലോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിച്ച് ഇവർ ആരംഭ സമയത്ത് എങ്ങനെയായിരുന്നെന്ന് 6-ന്റെ 9 മുതൽ വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമറിയതും രക്ഷയ്ക്കാ ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും. ദൈവം നിങ്ങളുടെ പ്രവൃത്തി അതെങ്ങനെയാണെന്ന പ്രവൃത്തി എങ്ങനെ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് തീക്ഷണതയോടെ ഉണ്മയോടെ ഉശിരോടെ ഇവര് ദൈവത്തെ ഭജിച്ചവരാ. അങ്ങനെയൊക്കെ ഇറങ്ങിയ കാലത്ത് വളരെ തീക്ഷണതയോടെ നിന്നവരാ എബ്രായ വിശ്വാസികൾ. നമ്മുടെ ഇടയിലും അങ്ങനെ ആരംഭ സമയത്ത് വളരെ തീക്ഷണതയോടെ നിന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ നല്ല പ്രവൃത്തികൾ ശ്ലാഘനീയമാണ്.
ദൈവം അവരെ അവരുടെ കുടുംബത്തെയൊക്കെ മാനിക്കട്ടെ. എബ്രായ വിശ്വാസികൾ ആ വിധത്തിലൊക്കെ തീക്ഷണതയോടെ നിന്നു. എന്നാൽ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ആമെ സ്നേഹിക്കുകയും ചെയ്ത ഇവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ചിന്ത, വിട്ടുപോകുന്നത് ഏതാ? വലിയ പള്ളി വിട്ടുപോകുന്നത് ഏതാ? പുരോഹിതന്മാരെയല്ല. ഉപേക്ഷിച്ചത് ഏതാ? സ്വത്തും സ്ഥാപന ജംഗമ വസ്തുക്കൾ, ആ പ്രൗഢി പത്രാസ്, അതെല്ലാം വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർക്ക് ക്ഷീണമുണ്ടായി. അങ്ങനെ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു, തളർന്നു. ഇവർക്കൊരു ചിന്ത, പെന്തിക്കോസ് വന്നത് അബദ്ധമായോ? രക്ഷിക്കപ്പെട്ടത് മണ്ടത്തരമാണോ? സ്നാനപ്പെട്ടത് ഭോഷത്വമായോ? ഇപ്പൊ ചില സഹോദരിമാർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് കമ്മലും മാലയെല്ലാം ഊരിയത് മിണ്ടുന്നില്ല, എന്തായാലും പറ, മണ്ടത്തരം ആയോന്ന് എല്ലാവർക്കും അല്ല, ചിലർക്ക്. മീശ പഠിച്ചത് എല്ലാവരുടെയും കാര്യമല്ലേ? ആ പഴയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, അതിനൊന്നും പോകാത്തതും സഹകരിക്കാത്തത് മണ്ടത്തരമായോ? പലതും 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 വിട്ടത്, ഉപേക്ഷിച്ചത് പോഷത്വമായോ എന്നൊരു ചിന്ത ഇവരുടെ അകത്ത് കയറി. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, പണ്ട് പിതാക്കന്മാര് അല്ലെങ്കിൽ ആരംഭ സമയത്തിറങ്ങിയ വിശ്വാസികൾ, ക്രിസ്തു ഭക്തന്മാർ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, ത്യജിച്ചത്, പുതിയ തലമുറ വന്നപ്പോൾ പ്രാർത്ഥിച്ചിപ്പോ എടുക്കുക. സാറ് ഒന്ന് രണ്ട് പ്രയോഗം പണ്ട് പറഞ്ഞു, അത് പാടി, ചിലതൊക്കെ വിട്ടേച്ചിഞ്ഞ് വരാൻ. അപ്പൊ സാറിങ്ങനെ എഴുതിയത്, ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, ലിങ്ക് ചെയ്യും കളിച്ചോടതികൾ. അപ്പോൾ ബാങ്കുകള്, ചിട്ടികള്, കമ്പനി, തീങ്ക് ചെയ്യും കളിച്ചോടതി. ചോടതി എന്ന് പറഞ്ഞാൽ ലോട്ടറി, ഭാഗ്യക്കുറി. ഇതെല്ലാം വിട്ടേച്ചിഞ്ഞ് വരാനാ സൈമൺ സാറ് പ്രബോധിപ്പിച്ചത്. ബാങ്ക്, ചിട്ടി, കമ്പനി, തീങ്ക് ചെയ്യും, നശിപ്പിക്കുക, ഷോടതി, ലോട്ടറി. മാളിക വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റി, ഏതുമേ നോക്കാതെ പോരിക നായികയെന്ന. വേറൊരു ലൈനുണ്ട്, വേഷവിശേഷങ്ങൾ, ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. സാറങ്ങനെ എഴുതിയേക്കുന്നത്. അതെ, ഇപ്പം അത് എഴുതിയ സാറിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെ ഇപ്പം അത് ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഏതാ? വേഷവിശേഷം. ഇത് വേണ്ട, ഞാനത് പാടിച്ചോട്ടെ. വേഷവിശേഷങ്ങളാഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. വേഷവിശേഷങ്ങളാഭരണം, വേഷം, പിന്നെ വിശേഷങ്ങള്. ഒത്തിരി വിശേഷ ദിവസമായിട്ട് ഇപ്പം പെന്തിക്കോസുകാരും ആചരിക്കാൻ തുടങ്ങി. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, അപ്പച്ചന്റെ ഷഷ്ടി, അമ്മച്ചിക്ക് സപ്തതി, കെസിയായുടെ ബർത്ത്ഡേ, ജാൻസിയുടെയും ബേബിയുടെയും വെഡിങ് ആനിവേഴ്സറി. മിണ്ടുന്നില്ല, എന്നാ മിണ്ടാന്? പിന്നെ വേഷം, എല്ലാവരുടെയും കാര്യമല്ല, മാന്യമായിട്ട് ജീവിക്കുന്ന ദൈവമക്കളും ദൈവ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ദൈവം ആശീർവദിക്കട്ടെ. ചിലയിടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചിലര്, എല്ലാവരുമല്ല, ചിലര് സൺഡേ വരുന്നത് തന്നെ ആ ഡ്രസ്സിന്റെ ഭംഗി പ്രദർശിപ്പിക്കാനാ. ചിലര്, എല്ലാവരും അല്ല. എവിടാ എന്തുവാണെന്ന് ചോദിക്കണ്ട, പറയത്തില്ല. സംഗീത ശുശ്രൂഷ തന്നെ എല്ലാവരുടെയും കാര്യമല്ല. ഒരാള് ഒരു ഡ്രസ്സ് ഇട്ടപ്പം വേറൊരാള് കമന്റ് പെടുന്നു, പൊളിയായിരുന്നെന്ന് സ്റ്റേജിൽ നിന്നപ്പം.
അന്ന് ആ പാട്ട് നല്ലതായിരുന്നു, ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പാടിയപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒത്തിരി അനുതാപം തോന്നി, കർത്താവിനോട് സ്നേഹം വർദ്ധിച്ചു. അതൊന്നും അല്ല അവന്റെ വിഷയം. അപ്പൊ ഞാൻ ഇപ്പറ ഇരുന്ന് കേട്ടു, ഇറങ്ങുമ്പോ പ്രസ് പൊളിയായിരുന്നു. ഉടനെ അവൻ കൈ കാണിക്കുന്നു. പേരൊന്നും പറയത്തില്ല, സ്ഥലം ഒന്നും പറയത്തില്ല. കുറ്റമല്ലി പറഞ്ഞത്. മിക്കവരും അത് തന്നെ പറഞ്ഞ, അയാൾ വന്ന കുറ്റമേ പറയുവുള്ളെന്ന. ഇത് കുറ്റമല്ല, പരമാർത്ഥമായി പറയുന്നത്. സ്തോത്രം. അപ്പോൾ വേഷവിശേഷങ്ങൾ, ആഭരണം. സാറ് കൊടുത്ത പ്രയോഗം ജാതികൾക്കുള്ള ദുരാചരണം, ഇതെല്ലാം വിടണമെന്നാണ്. അതെ, അങ്ങനെയൊക്കെ വിട്ടതും വേണ്ടാന്ന് വെച്ചതെല്ലാം പ്രാർത്ഥിച്ചെടുക്കുക. എബ്രായ വിശ്വാസികൾക്ക് ഒരു ചിന്ത, ഞങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വിട്ടുപോകുന്നത്, അവൻ ത്യജിച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത അകത്തു കയറി. ഇവര് ക്ഷീണിച്ചു, ആകെ തളർന്നു. ക്ഷീണിച്ച് തളർന്നതിന് 2 വാക്യം തെളിവിനൊന്ന് വായിച്ചോ. 6-ന്റെ 12, 12-ന്റെ 12. 6, 12, 12, 12. പെട്ടെന്ന്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ ക്ഷീണിച്ചതിന് തെളിയാം മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണമെന്ന. അപ്പോൾ ആ വാക്യത്തിന്റെ പ്രയോഗം മന്ദത, ക്ഷീണിച്ചു, മന്ദത. ഇനി 12, 12 വായിച്ചേ മോനെ. 12, 12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ ആ കൈ കുഴഞ്ഞു, കാലും തളർന്നു. കൈ തളർന്നു, കാല് കുഴഞ്ഞു. ഈ 6, 12-ന്റെ 12, 12 2 വാക്യത്തിൽ ഇവര് ക്ഷീണിച്ചു, മടുത്തു, മന്ദതയായി, മന്ദത പിടിച്ചു. ഇങ്ങനെ ക്ഷീണിച്ച് മന്ദത പിടിച്ച് തളർന്ന് കയ്യും കാലും എല്ലാം കുഴഞ്ഞും തളർന്നും മനസ്സുമെല്ലാം മടുത്ത് ഉപേക്ഷിച്ചത്, അവൻ വിട്ടുപോകുന്നത് അബദ്ധമായോ മണ്ടത്തരമായോ എന്നുള്ള ചിന്ത അകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ ക്ഷീണിച്ചു പോയവര് ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടെന്ന് വെച്ചത്, വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല. വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നീ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം പറയാ. നീ ഉപേക്ഷിച്ചത് അബദ്ധമല്ല, നീ വിട്ടേച്ചു പോകുന്നത് മണ്ടത്തരമല്ല. വലിയ പത്രാസും പ്രൗഢി, സ്ഥാനമാനവും മഹിമയും എല്ലാം വിട്ടേച്ചു പോകുന്നത് സ്നേഹിത, സുഹൃത്തെ, ദൈവപൈതലേ, അബദ്ധമല്ല. നീ വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ഞാൻ എല്ലായിടത്തും പറയും, ഞാൻ പെന്തിക്കോസിൽ വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായിരുന്നു, മണ്ടത്തരമായിരുന്നു. ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാൻ ഒക്കാഞ്ഞതില്ല. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം, നീ രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം, നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഭാഗ്യം. കാശ് കിട്ടുകയോ കിട്ടാതിരിക്കോ, വീട് കിട്ടുകയോ കിട്ടാതിരിക്കോ, വണ്ടി മേടിക്കോ അതൊക്കെ ആ സമയത്ത് ദൈവം അതെല്ലാം തരേണ്ടതൊക്കെ തന്നോളൂ. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. പിള്ളേർ അമേരിക്കയിലാണോ, പേർഷ്യയിലാണോ, കാനഡയിലാണോ, ലണ്ടനിലാണോ, ന്യൂസിലൻഡ്, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നീ രക്ഷിക്കപ്പെട്ടതാ വിഷയം, നീ യേശുവിനെ അറിഞ്ഞതാ വിഷയം, നീ ഒരു ദൈവ പൈതലായി തീർന്നതാ വിഷയം. അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. ആകയാൽ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അന്ത്യകാലം വന്നടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, അപ്പൊ ശ്രദ്ധിക്കുക.
ഉപേക്ഷിച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇവരോട് പറയുന്നത് ഏറെ നല്ലത്, ഇതിലേറെ ശ്രേഷ്ഠൻ കർത്താവാകുന്നു യേശു ക്രിസ്തു. എപ്പോഴും പറയാനുണ്ട്, നിങ്ങൾക്ക് പറയാം ഓരോ അധ്യായത്തിൽ യേശു ശ്രേഷ്ഠനാണെന്ന് കൊണ്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ആമേൻ സ്വർഗ്ഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന നസറയനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് വിളക്കണ്ട നടുവിൽ നിലയങ്കി നടിച്ച് അവൻ ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയും ഇതിന് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ മകൾ സാന്നിധ്യം ഉള്ളതിനായി ദൈവത്തിന്റെ മകത്ത് അവിടുന്ന് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടകൊണ്ടോണ്ടിരിക്കുക. അവിടുത്തെ വലങ്കയിലാണ് നക്ഷത്രം ഇരിക്കുന്നത്. ആ നിലവിളക്കിന്റെ നടുവിൽ അവിടുന്ന് ഉലാവിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആർക്കും കാണാൻ പാടില്ലാത്തവൻ, ആരും കാണാത്തവൻ, അവൻ സർവജ്ഞനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. സകല സൃഷ്ടിയുടെ ആരംഭം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി അവനായിട്ടും ഉളവാക്കി. ഇന്ന് രാത്രിയിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം നമ്മുടെ ഇടയിൽ പാർത്ത് നസറേയനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവിടുന്ന് നടുവിൽ ആഗതനായിട്ടുണ്ട്. അവൻ രോഗശാന്തി തരുവാൻ അവിടുന്ന് കഴിവുള്ളവനാ. അവിടുന്ന് നിനക്ക് സമാധാനം നൽകും, അവിടുന്ന് നിനക്ക് മനഃശാന്തി നൽകും, അവിടുന്ന് നിന്നെ രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ, അവിടുന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനാ. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു ഇവിടുണ്ട്. വിടുവിക്കുന്നവൻ, 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 നിന്നെ രക്ഷിക്കുന്നവൻ, നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവൻ, നിന്റെ വിഷയങ്ങൾക്ക് തീർപ്പ് കളിക്കുന്ന നസറായൻ ഇന്ന് രാത്രി നിന്റെ നടുവിലുണ്ട്. Praise the Lord, praise the Lord, praise the Lord, praise the Lord. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. പാപം പോക്കിടും നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും നിൻ രോഗം നീക്കിടും. ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി പുത്രനാക്കിടും. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. ആമേൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്നവനാ യേശു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിച്ചു. ഇതുപോലെ യോഗ്യനായ വേറൊരുവനില്ല. എന്തെല്ലാം വിശേഷതയാ? കാണാൻ നല്ല യോഗ്യത, അംഗീകരിക്കുന്നെങ്കിൽ, അനുഗമിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, അനുധാവനം ചെയ്യുന്നെങ്കിൽ, അവൻ സേവിക്കുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ, അവൻ പിൻഗമിക്കുന്നെങ്കിൽ യേശുവിൻ്റെ പുറകെ പോകണം. ഇതുപോലെ ശ്രേഷ്ഠനായ വേറൊരുവനില്ല. സ്തോത്രം. ആ കർത്താവിനെ അറിയുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാ ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു. ഇടയ്ക്ക് മൽക്കീസദേക്കിന്റെ വിഷയം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുക, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ.
അവിടുന്ന് സ്വർഗത്തെക്കാൾ വലിയവൻ. ഇതെല്ലാം പറഞ്ഞു വന്ന് 9-ാം അധ്യായത്തിൽ ന്യായവതിയുടെ കാര്യവും പറഞ്ഞ് 10-ാം അധ്യായത്തിൽ പറയുക, ആ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നു. അതാ 10-ാം അധ്യായത്തിൽ. സ്വർഗത്തിൽ വെറുതെ ഇരിക്കുകയല്ല, 10-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നു. അതാണ് 10-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ചേ. 10-ന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന ദൃശ്യയിലേക്ക് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാന ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഈ വാക്യത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എല്ലാം വിവരിക്കുന്നില്ല. ഒന്ന്, യേശു ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കി. പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തോന്ന് വലിയത് പുത്തൻ വഴിയാ. ആ പഴയ പാരമ്പര്യം ഏതാ? ഇങ്ങനെ അഗരോന്റെ കയ്യിൽ നിന്ന് കിട്ടി അത് പിന്നെ ഉണ്ടല്ലോ, വിവരിക്കുന്നില്ല. ചൊല്ലും ചൊലുത്തും ഒക്കെ ഉണ്ട്. അത് എനിക്കത് അത്ര അറിയത്തില്ല, അല്ലെ ഞാൻ നല്ല ചൊല്ലി പിടിപ്പിച്ചേനെ. സ്തോത്രം. അങ്ങനത്തെ വഴിയല്ലിത്. ഇതൊരു പുത്തൻ വഴിയാണ്. ആ പഴയ പാരമ്പര്യത്തിന്റെ വഴിയല്ലിത്. ഇത് പുത്തൻ വഴിയാണ്. ഈ പുത്തൻ വഴി വെട്ടി തുറന്നത് കാശ് കൊടുത്ത് കിട്ടിയതല്ല, പിടിപ്പണം മാരിയിട്ട് കിട്ടിയതല്ല. ആമൻ, സ്തോത്രം. ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്ത് കിട്ടിയ വഴിയല്ലിത്. അങ്ങനെയൊക്കെ വഴി മേടിക്കുന്ന ആൾക്കാരുണ്ട്. കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും ഒക്കെ വഴി മേടിക്കുകയും വഴി ഉണ്ടാക്കുകയും പിന്നെ ഗുണ്ടായുസം കാണിച്ച് വഴി വെട്ടുന്നവരും ഉണ്ട്. അവൻ ഉറങ്ങി കിടന്നപ്പം കുറച്ച് പേര് അവന്റെ പുറകിടത്തിൽ കൂടെ കയറി വെട്ടി അങ്ങനെയൊക്കെ വഴി വെട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണോ എന്ന് തന്നെ താൻ ചോദന ചെയ്യാം. ഈ വഴി അങ്ങനെ ഗുണ്ടായുസത്തിൽ തുറന്ന വഴിയല്ല, കാശ് കൊടുത്ത് പണം കൊടുത്ത് നേടിയ വഴിയല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല. ഈ വഴി പുത്തൻ വഴിയാ. ഈ പുത്തൻ വഴി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നമുക്കൊരുക്കി ഒരു പുത്തൻ വഴിയാ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ തിരുശരീരം നമുക്കായി ചീന്തി. പീലാത്തോസിന്റെ മോനെ കുഴപ്പമൊന്നുമില്ല, വേണ്ട, നിങ്ങൾ അവിടെ പോയിരിക്കുക, ഇതൊക്കെ ഇതിനകത്തുള്ളതാ, നിങ്ങൾ അവിടെ ഇരിക്കേ. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവരെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കും. പിന്നെ ഞാൻ പരീക്ഷമുട്ട് കളിക്കാരും ഒന്നേ തുടങ്ങി വരേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരു പരുവത്തിനാ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ഈ സുവിശേഷ വേല നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. പിണങ്ങരുത്. നല്ല കാര്യം നന്ദിയൊക്കെ പറയും. ഇതിനൊന്നും നന്ദി പറയേണ്ട കാര്യമൊന്നുമല്ല. പാട്ടുകാർക്ക് നന്ദി, അവർക്ക് കാശ് കൊടുക്കുന്നില്ലേ? ഇല്ലേ? പിന്നെ എന്നാ നന്ദി പറയാനാ? മൈക്ക് സെറ്റ് ജാക്സന് കാശ് തരുന്നില്ലേ? എന്നാ നന്ദി പറയാനാ? എനിക്കെന്നാ നന്ദി പറയാൻ? എന്നെ ഏൽപ്പിച്ചത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. അധ്യക്ഷൻ പുള്ളി ഇങ്ങോട്ടാ നന്ദി പറയണ്ട. ഒരു പണിയില്ലായിരുന്നപ്പോ എന്നെ പിടിച്ച് അധ്യക്ഷനായിട്ട് മോന് കാശ് തരികയല്ലേ? തരത്തില്ലേ? എടാ സത്യം പറ, കാശ് തരുവോ? പിന്നെ എന്നാ നന്ദി പറയാനാ? എടാ ഇവിടെ എല്ലാം നിങ്ങൾക്ക് പൈസ തരികയല്ലേ? ഞാൻ ബിജോയോട് ചോദിക്കും, സത്യം പറ. കാശ് തരത്തില്ലേ? പുള്ളി തരും. തന്നില്ല എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ചെയ്യേണ്ടത് നമ്മളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ആർക്കും നന്ദി വേണ്ടെന്നല്ല, ഇത് നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. അനീഷ് കാമാലത്തിന് അദ്ദേഹം ബഹുമാന പുരസ്കാരാ പറഞ്ഞ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ബഹുമാനത്തിൽ പറഞ്ഞതാ. എടാ എന്നെ വിളിച്ചത് ഞാനല്ലേ നന്ദി പറയണ്ടേ? ദൈവത്തിനും പുള്ളിക്കും. പുള്ളി കണ്ട നന്ദി എല്ലാം കൂടെ പറയുന്നു. ഞങ്ങളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞേച്ച് ഒക്കുന്നെങ്കിൽ നിങ്ങൾക്കാ നന്ദി പറയണ്ടേ? ഈ ഇതെല്ലായിട്ട് ചുമ്മാ അവിടെ പഠിക്കാത്തിരുന്ന് തന്നെ കിടകിട വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വേറെ പുസ്തകമായിട്ട് കുടുംബത്തിരുന്ന് വായിച്ചു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വായിച്ചു, വെളിപ്പാടിന് പുറകോട്ട് വായിച്ചു. അന്നേരം എന്നെ നിങ്ങളല്ലേ വിളിച്ചേ? ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു വെച്ച് നിങ്ങൾ കൂടെ ഞാനാ പറയണ്ടേ?
നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറ. Amen, Jesus. ദൈവം നിനക്ക് ആയുസ് തന്നു, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, Hallelujah. ദൈവം നിനക്ക് ബലം നൽകി, ദൈവം നിനക്ക്. Hallelujah. എല്ലാവരും ദൈവത്തിന് നന്ദി പറ. Hallelujah. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടുന്ന് പുകഴ്ചയ്ക്കും മഹത്വത്തിന് സ്തോത്രത്തിന് സ്തുതിക്കും യോഗ്യൻ അവിടുന്ന് മാത്രമാ. തന്റെ മഹത്വമൊന്നും ദൈവമാർക്കും വിട്ടുകൊടുക്കത്തില്ല. അവിടുന്ന് മാത്രമാണ് മഹത്വത്തിന് യോഗ്യൻ, അവിടുന്ന് മാത്രമാ പുകഴ്ചയ്ക്ക് യോഗ്യൻ. Yes. Amen. Praise the Lord. മറ്റുള്ളവരോട് നന്ദി ഉണ്ടാകരുതെന്നോ നന്ദി കാര്യം കാണിക്കണമെന്നല്ല പറഞ്ഞത്. നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറ. ദൈവം നമുക്ക് ആയുസ് നൽകി, ദൈവം നമുക്ക് ആരോഗ്യം നൽകി, ദൈവം നമുക്ക് ബലം നൽകി, ദൈവം നമുക്ക് അവസരം നൽകി, ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. ദൈവത്തിന് നന്ദി അർപ്പിക്കുക. Amen. ചേർന്ന് പാട്. നന്ദി കൊണ്ടെൻ്റെയുള്ള നീറയുന്നു തന്നെ അമോടെ സ്തുതി ദേവാസന്ന അമോടെ സ്തുതി പാടിടുന്നേ. നന്ദി കൊണ്ടെന്നെയുള്ളം നീറയുന്നു തന്നെ അമോടെ സ്തുതി പാടിടുന്നേ ദേവാസൻ. അമോടെ സ്തുതി പാടിടുന്നേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താക്ഷികൾ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. Praise the Lord. അതുകൊണ്ട് നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും ആരെന്തോ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാ, ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. പാടാനും പ്രാർത്ഥിക്കാനും ഒക്കുന്ന പോലെ ഈ അറിയാവുന്ന കൃപയ്ക്കനുസരിച്ച് പ്രസംഗിക്കാനും ശുശ്രൂഷ ചെയ്യാനും ദൈവം ഏൽപ്പിച്ചതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നന്ദിയല്ല, നമ്മൾ കുറ്റക്കാരാ. കുഷ്ഠരോഗി പറഞ്ഞ പോലെ സദ്വർത്തമാനമാണ്. നമ്മളെല്ലാം മിണ്ടാതിരിക്കുക, കുറ്റം വരും. ഓടി നടന്ന് യേശുവിനെ പറ്റി പറഞ്ഞോണം. അവസരം കിട്ടിയാൽ കർത്താവിനെ വെളിപ്പെടുത്തിക്കോണം. നമ്മളെല്ലാം കുറ്റക്കാര്. സദ്വർത്തമാന ദിവസമാ, ഇനി അധികം നാളില്ല. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴല്ല യേശുവിനെ വെളിപ്പെടുത്ത്, യേശുവിനെ പറ്റി പറ, യേശുവിനെ പറ്റി വെളിപ്പെടുത്തി കൊടുക്ക. ഞാൻ നിങ്ങൾ കുറ്റക്കാരാ. Praise the Lord. ആരോടും പറയാൻ പറ്റുന്നത് സുവിശേഷമുള്ളൂ, എവിടെയും പറയാൻ പറ്റുന്ന സുവിശേഷമുള്ളൂ. സ്തോത്രം. ഏത് വ്യക്തിയോടും പറയാൻ പറ്റുന്നത് സുവിശേഷമുള്ളൂ. വേറൊന്നും ആരോട് വന്ന് അധികം പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അവർ ശരിയാക്കും. സുവിശേഷം എവിടെയും പറയാം. ഈ സുവിശേഷം വന്നതാണ് നമ്മുടെ മട്ടും സ്ഥിതിക്കും മാറ്റം വന്നത്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. നേരും ചൊവ്വനും തുണി കൊടുക്കാൻ പഠിപ്പിച്ച സുവിശേഷം വന്ന കൊണ്ടാണ്. ഇല്ലേ കാണാറ് അതിനകത്ത് കൂടെ തുണി ഇല്ലാതെ നടന്നേനം, അത്യാവശ്യം ഇച്ചിരി മാത്രം. അത് സുവിശേഷം വന്നത് കൊണ്ടാണ് ഈ നേരും ചൊവ്വനും തുണി കൊടുക്കുന്നത്. സ്തോത്രം. ഒരു തർക്കവുമില്ല. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. എനിക്ക് ആംഗലേയ ഭാഷ അറിയാൻ മേലത് ഞാൻ പഠിക്കാഞ്ഞുകൊണ്ടാ, അല്ലാതെ ഭാഷയില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. എന്നാലും രണ്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നത് ഈ പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. പിന്നെ പള്ളിക്കൂടത്തിൽ ഭാഗത്ത് അമ്മ ഇരുന്ന് ഗ്ലോറി അല്ലേ എന്നാ അമ്മയോട് പറയാ, സിനിമ അതിന് എഴുതി തരാൻ പറഞ്ഞു. അതൊന്ന് എഴുതാൻ പറഞ്ഞു. പിന്നെയും പറയും ഗ്ലോറി എന്ന്. ഗ്ലോറി എന്നാന്നല്ലേ പറയാനത്തത്. പിന്നെ പുളിപ്പാത്ത അമ്മ ഗ്ലോറി വരുമ്പോൾ പള്ളിക്കൂടത്ത് ഇന്ന് വരെ കാണാത്ത താങ്ക ഇരുന്ന് പറയാ ജീസസ് പ്രൈസ് ദ ലോർഡ്. അതെന്നാന്ന് പോലും സ്പെല്ലിങ് ചെയ്ത് തരാൻ. പിന്നെ സ്പെല്ലിങ് ആട്ടെ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒക്കെ കീച്ചുന്നത് ഈ പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. ഈ കൃപയെ വന്നതാണ് നിന്റെ ഭാഗ്യം. സ്തോത്രം. സ്തോത്രം. ഈ മാർഗത്ത് വന്നതാണ് നിന്റെ ഭാഗ്യം. രണ്ടക്ഷരം പഠിക്കാനിടയായത് പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. നേരും ചൊവ്വനും വസ്ത്രം ധരിക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. വഴിയിൽ കൂടെ അന്തസ്സായി പോകുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പേരൊന്നും പറയുന്നില്ല. പഴയ ആൾക്കാർക്കും ചരിത്രം അറിയാം. പണ്ട് ഒരാൾ ഈഴവ കുടുംബത്തിൽ ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു, ഹരിപ്പാട്ടുകാരനാ. അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു. പക്ഷേ മുതലാളി ആ കാറിൽ ഇരിക്കും. പക്ഷെ ഓടിക്കുന്ന ആള് ജാതിയിൽ അന്നത്തെ കാലത്ത് കാലം വെച്ച ജാതിയിൽ അല്പം കൂടെ ഈ മുതലാളിയെക്കാളും ഉയർന്ന ജാതിയാ. അതുകൊണ്ട് അമ്പലത്തിന്റെ അവിടെ വരുമ്പോൾ മുതലാളി കാറിൽ നിന്നിറങ്ങി കണ്ടം വഴി നടക്കും. അണ്ട് പറയാം, പിള്ളാച്ച കാറുമായിട്ട് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ, പിള്ളാച്ചന് കാറുമായിട്ട് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ
പോകാം. മുതലാളി അതിൽ അങ്ങനെ അമ്പലത്തിൻ്റെ അടി കൂടെ ചെന്ന ഏത് മുതലാളിയാണെന്നും ഏതാളാണെന്നും ചരിത്രം അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. ഇപ്പോഴോ അമ്പലത്തിൻ്റെ സൈഡേയും പോകാം, പള്ളിയുടെ സൈഡേയും പോകാം, മോസ്കിൻ്റെ സൈഡേയും പോകാം. കാറ് ആരും നിന്നെ കുറ്റം ചെയ്യത്തില്ല. എന്തിനാണ് അതിനകത്ത് വഴി കാറേ പോകുന്ന പറഞ്ഞാൽ, ഇന്നെങ്ങാനും കൊച്ചുങ്ങളോട് പറഞ്ഞാൽ കാറ് നിന്റെ പുറത്തോട്ട് കയറ്റും കൊച്ചുങ്ങൾ. ഒന്നാമതെ കൊച്ചുങ്ങൾ ഒരുമാതിരി പിമ്പിരിയായിട്ട് നടക്കുക. മനസ്സിലായോ? അപ്പൊ ഏത് റോഡിൽ കൂടെയും നിയമം അനുസരിച്ച് ഏത് വണ്ടിയിൽ ആർക്കും പോകാം. ഇപ്പോൾ പണ്ടതൊക്കത്തില്ല. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഇതിനെ ഉയർത്ത്, ഇത് നിന്നെ ഉയർത്തും. ഇത് ചെന്നിടത്തെല്ലാം വെട്ടം വന്നിട്ടുണ്ട്, ഇതിൽ ചെന്നിടത്തെല്ലാം വെളിച്ചം പ്രകാശിച്ചു, ഇത് ചെന്നിടത്തെല്ലാം അനുഗ്രഹമാണെന്ന്. അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. നമുക്ക് മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവര് ആരംഭ സമയത്ത് തീഷ്ണതയോടെ നിന്നു. ഇവർക്ക് ക്ഷീണം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിട്ടു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം. യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. 10-ാം അധ്യായത്തിൽ പറയുക, ഒരു പുത്തൻ വഴി നമുക്ക് വേണ്ടി ഒരുക്കി. ആ വഴി ഒരുക്കിയത് കാശ് കൊടുത്തോ ഗുണ്ടായിസം കാണിച്ചൊരുക്കിയ വഴിയല്ല. യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കൊരുക്കിയൊരു പുത്തൻ വഴി. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ കുരിശുമരം ചുമന്ന് വീണും വേച്ചും വിറച്ചും ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷിണ്യം കൂടാതെ അവിടുത്തെ തിരുശരീരത്തിൽ ചാട്ട കൊണ്ട് അടിച്ച് ചാട്ടം പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറുന്ന് ആ അസ്ഥികൾ തെളിഞ്ഞു വരികയാ. പ്രവചന കുന്നിക്കേറി പ്രവാചകൻ പ്രവചനാത്മാവി പറഞ്ഞു, സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവി പാടി, അവിടുത്തെ മുതുക് ഉടവയാല് പോലെ നീളത്ത് കീറി. അങ്ങനെ കീറിയാണ് ഈ പുത്തൻ വഴി തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തു വാ. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അടച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ, അനാവശ്യം പറയാതെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ അടുത്തു വാ. ദൈവം നിനക്കൊരു വഴി ഒരുക്കി. അത് ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുകയാണ്. ഈ പുത്തൻ വഴി ഒരുക്കി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്ത് തന്റെ അടിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോൾ സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുകയാണ്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ എൻ്റെ നിങ്ങളുടെയും പക്ഷം പിടിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു. അതെന്തിനാ വാദിക്കുന്നത് ചോദിച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അത് വെളിപ്പാടുകാരൻ്റെ കാര്യം ഭാഷയെ പറഞ്ഞാൽ അപവാദി എന്ന പിശാച്. എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദങ്ങൾ നിരത്തുമ്പോൾ യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാദിക്കുവാനും നിനക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ ആരുമില്ലെന്നോർത്ത് നീ പതറണ്ട. ഒരുവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അത് സർവജ്ഞനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും നിനക്ക് വിരോധമായി ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് നിന്നെ തേജോവധം ചെയ്യുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്, കുഴഞ്ഞു പോകരുത്. നീ മുട്ടേലിരിക്കണം. മുട്ടേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്ന് പറയാം. എന്തെല്ലാം തന്ത്രങ്ങളും ഗൂഢപ്രയോഗങ്ങൾ മെനഞ്ഞാലും മറുപടി പറയാനും പോകണ്ട, എതിർക്കാനും പോകണ്ട, ഉടക്കുണ്ടാക്കാനും പോകണ്ട, കേസിനും പോകണ്ട, കോടതിയിലും പോകണ്ട. ഒറ്റ ആയുധം മുട്ടയിലിരിക്കണം. മുഴങ്കാലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. ചില വിഷയത്തോട് ബന്ധപ്പെട്ട് എന്നോട് ചിലർ പറഞ്ഞു, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കേസ് കൊടുക്കാം, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്ന്. ഞാൻ പൊതുവിലൊന്നും വിസ്തരിക്കുന്നില്ല. നമ്മുടെ ആയുധം അതല്ല, പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. നീ മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്. അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. ഇയ്യോബ് പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, പതറി പോകരുത്. നീ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ 10-ാം അധ്യായത്തിൽ പറയുക, നമുക്ക് വേണ്ടി ഒരുവൻ പക്ഷപാതം ചെയ്യാൻ സ്വർഗത്തിലുണ്ട്. ആ പക്ഷപാതം ചെയ്യുന്ന കർത്താവ് ഇനി എത്രയും താമസിക്കാതെ അവൻ തിരിച്ചു വരും. അതാണ് 37-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചേ, 37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ഇനി വരുവാനുള്ളവൻ വരും, ഒന്നുകൂടെ വായിച്ചോ. 37. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇപ്പോൾ യേശു പക്ഷപാതം ചെയ്യുന്നു. അധികം താമസിക്കാതെ പക്ഷപാതം നിർത്തിയിട്ട് അവിടുന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. വരുവാനുള്ളവൻ ആര്? യേശു ക്രിസ്തു വരും, നിശ്ചയം, താമസിക്കത്തില്ല. ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ 2 കാര്യം വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ആ 35-ാമത്തെ വാക്യം വായിച്ചേ. 35-ാമത്തെ വാക്യം തള്ളിക്കളയരുതല്ല. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ അവിടുത്തെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ പറയുക, ധൈര്യം തള്ളിക്കളയരുത്. നിന്റെ ധൈര്യത്തെ ചോർത്തിക്കളയുവാൻ, ധൈര്യത്തെ കെടുത്തുവാൻ, ധൈര്യം ക്ഷയിപ്പിക്കുവാൻ പല വിഷയങ്ങളും പല ഉപാധികളുമായി ശത്രു വരുമ്പോൾ വചനത്തിൽ കൂടെ പറയുക, ധൈര്യം തള്ളിക്കളയരുത്. നെഹമ്യാവിന്റെ അടുക്ക വന്ന് വിശദീകരിക്കുന്നില്ല. ദൈവദാസന്മാർക്ക് ഭാഗമൊക്കെ അറിയാം. കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു. കുറുക്കം കയറിയാൽ മതി, അപ്പിടി ഇപ്പിടി. അവസാനം പറഞ്ഞ് പ്രശ്നമാ, ഓടിക്കോളാൻ പറഞ്ഞു. നെഹമ്യാ പറഞ്ഞു, എന്നെ പോലൊരുത്തിന് ഓടിപ്പോകുന്നു. നല്ല ഏലായി, ഓടിപ്പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ഓടിപ്പോകുകയല്ല. എന്നെ പോലൊരുത്തിന് ഓടിപ്പോകുമെന്നോ? പോകുകയല്ല. ധൈര്യം തള്ളിക്കളയരുത്. ധൈര്യത്തെ തകർക്കാനും ക്ഷീണിപ്പിക്കാനും ശത്രു പല തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ ദൈവമക്കളോട് പറയാ, ധൈര്യം തള്ളിക്കളയരുത്. ഒന്ന്, അവിടുത്തെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുക, ധൈര്യം തള്ളിക്കളയരുത്. 2, അടുത്ത വാക്യം വായിക്കുക. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത. 2, നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ഒന്ന്, ധൈര്യം തള്ളിക്കളയരുത്. 2, ദൈവമക്കൾക്ക് സഹിഷ്ണുത വേണം. സഹിഷ്ണുതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഇയ്യോബിന്റെ സഹിഷ്ണുത. എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ അവസാനം തള്ളി പറഞ്ഞു. മക്കള് 10 ചത്തു. കൊച്ചുങ്ങളെല്ലാം കൂടെ മൂത്ത ഏട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പെരയെല്ലാം കൂടെ കൊച്ചുങ്ങളുടെ ദേഹത്ത് വീണ് കൊച്ചുങ്ങളെല്ലാം ചത്തു. 10. പുള്ളി അന്നേരം സ്തോത്രം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. സ്നേഹിതന്മാര് ദ്വേഷിച്ചു. ആശ്വസിപ്പിക്കാൻ വന്നവരാ അവസാനം പാര വെച്ചേച്ചാ പോയത്. എന്തെല്ലാം പ്രശ്നങ്ങളാ, ചൊറിച്ചിലും വ്രണവും, എന്ത് പ്രശ്നങ്ങൾ. ഒടുവിൽ ഭാര്യയും, എൻ്റെ ഭാഷയാ, ഭാര്യയും കാല് വാരി അങ്ങനെ പറയാം, നീ അങ്ങ് ചാക്, ഞാനെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് കുറച്ച് ദിവസം. അങ്ങനെ എഴുതിയില്ലെങ്കിലും ആശയമല്ല. പുള്ളി ചോദിച്ചത് പൊട്ടി പറയാൻ പോലെ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയാതെ. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും അവനെ തന്നെ കാത്തിരിക്കും. സഹിഷ്ണുത. സഹിഷ്ണുതയോടെ ഇരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി ദൈവം കൊടുത്തു. ദൈവമക്കൾ 2 കാര്യം ശ്രദ്ധിച്ചോണം. അവിടുത്തെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. 1, ധൈര്യം തള്ളിക്കളയരുത്. 2, സഹിഷ്ണുതയോടിരിക്കണം. അപ്പോൾ വരുവാനുള്ളവൻ വരും. ആര് വരും? യേശു വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. വരുന്നതിന്റെ തെളിവ്, ധാരാളം തെളിവുകളുണ്ട്. അതൊക്കെ നന്നായി പ്രസംഗിച്ച് പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കൈവെക്കുന്നില്ല. അറിയാത്ത കാര്യം എന്തിനാ കൈവെക്കുന്നേ? ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും വീണ്ടും പറയാം, യേശു വീണ്ടും വരും. അതിന് തെളിവ്, ഒന്നാമത്തെ തെളിവ് 3 തെളിവാ. ഇപ്പൊ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് 3 തെളിവ്. 1, അവിടുന്ന് പറഞ്ഞേച്ചാ പോയത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 1-2 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്നുകൂടെ വായിച്ചോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത് ഓടിച്ചു വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചാ പോയത്. അവിടുന്ന് പോഷ്ക്ക് പറയുന്നത് ദൈവമല്ല. അവിടുത്തെ വാക്ക് ഉവ്വ ഉവ്വെന്നും ഇല്ല എന്നുമാണ്. ഇവിടെ പറയാൻ നിങ്ങളുടെ ഹൃദയം
കലങ്ങിപ്പോകരുത്. 13-ാം അധ്യായത്തിലെ വിഷയം നമുക്കറിയാം, പെസഹായ. പട്ടണത്തിൽ വിശദീകരിക്കുന്നില്ല, ഏറ്റവും വലിയൊരു വന്മാളിക. ആ വന്മാളികക്കകത്ത് ശിഷ്യന്മാർ യേശുവും ചെന്നു. വിശദീകരണം അതൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. വിരിച്ചൊരുക്കിയ വന്മാളിക. ഈ വന്മാളികക്കകത്ത് എൻ്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് പറയുക, 12 ശിഷ്യന്മാരും യേശു കർത്താവും ഇരിക്കുക. വന്മാളിക പട്ടണത്തിൽ വിരിച്ചൊരുക്കിയ വന്മാളിക. ശിഷ്യന്മാരിൽ പലരും മുക്കുവക്കൂടിൽ ജനിച്ചു വളർന്നവരും കടലും വലയും പടകും കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള ഇവര് ആ പട്ടണത്തിലെ വന്മാളികക്കകത്ത് എന്ന് ഈ വീടിന്റെ പണിയും അതിന്റെ പണിയും പത്രാസും എല്ലാം കണ്ടപ്പം ന്യായമായി ചിന്തിക്കാം ഒരു ചെറിയ മനപ്രയാസം. അപ്പൊ ഒരു ചെറിയ ഭാവനയോടുകൂടി പറയാ, ശിഷ്യന്മാര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, പുള്ളിയുടെ കൂടെ കൂടിയതുകൊണ്ട് ഈ വീട്ടിൽ കയറാനെങ്കിൽ ഒത്തല്ലോ. ഒരുത്തൻ പറഞ്ഞു, അധികം നേരം ഇരുത്തുകയല്ല, പുള്ളി ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങണം. അതാ അതിൻ്റെ പരമാർത്ഥവും. യേശു ഉള്ളത് കൊണ്ടാണ് ആരെങ്കിലും നിന്നെ വീട്ടിൽ കയറ്റുകയും ഇരുത്തുകയും മാനിക്കുകയും ചെയ്യുന്നത്. ഉടനെ ഒരുത്തൻ പറഞ്ഞു, ഇതിൻ്റെ ലൈറ്റും ഈ സെറ്റിങ്ങും എല്ലാം ബഹുക്ഷേമമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, ഇത്രയൊന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. തന്നെയല്ല, യേശു പോകുമ്പോൾ നമ്മളും പോകണം. ഇങ്ങനെ ഇതൂടെ ചിന്തിച്ച് ഹൃദയത്തിനൊരു കലക്കം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് ആ ഹൃദയം കലങ്ങുന്നത്. എന്നിരുന്നാലും ഇതും അതിനൊരു ന്യായമായി ചിന്തിക്കാം. ഇത് കർത്താവ് കണ്ടു, ഇവിടെ ഹൃദയത്തിൻ്റെ കലക്കം. അതുകൊണ്ടാണ് യേശു അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അടുത്ത പദമാ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വീടും ഇതിന്റെ പണിയും പത്രാസം കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഇതിലൊക്കെ മെച്ചമായ ഒരു ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഭവനം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തളർന്നു പോകരുത്, ഹൃദയം കലങ്ങരുത്. അതെല്ലാം ഒരുക്കി ക്രമപ്പെടുത്തിയിട്ട് ഞാൻ തിരിച്ചു വരും. എന്തിന്? ഞാൻ ഇരിക്കുന്ന കിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. എന്തിന്? ആമ തിരുസഭയെ ചേർക്കാൻ. അപ്പൊ ഉറപ്പ് ഒന്ന്, യേശു പറഞ്ഞാ പോയത്. 2, നിങ്ങൾക്കറിയാം യേശു തിരിച്ചു വരുമെന്നുള്ളതിന് തെളിവ് ദൂതന്മാര് പറഞ്ഞു. നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത് ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേവാമിന് 12 പേർക്ക് 11 പേർക്ക് എമ്മവസി പോയവർക്ക് കടൽക്കരയിൽ വെച്ച് ബദാനി വെച്ച് മുറികടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പം പിന്നെ മറ്റ് ശിഷ്യന്മാർക്ക്. പൗലോസ് പിന്നത്തേതി പറഞ്ഞു, പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക്. പൗലോസ് പറയാ, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ടെന്ന. തൻ്റെ അരിമ ശിഷ്യന്മാർക്കെല്ലാം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഇവര് 40 ദിവസത്തോളം അവരുടെ കൂടെ ആയിരുന്ന് ഒടുവിൽ ഇവരെല്ലാം കൂടെ കൂട്ടി ബദാനിയോളം ചെന്ന് അന്ത്യകൽപ്പന കൊടുത്തു. നിങ്ങൾക്കറിയാം, മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24-ലും അപ്പോസ്തലപ്രവൃത്തി 1 ഈ അധ്യായങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ യേശു മുകളിലോട്ട് പോയി. മുകളിലോട്ട് യേശു പോയപ്പോൾ ശിഷ്യന്മാര് കണ്ണ് വെട്ടിക്കാതെ മുകളിലോട്ട് നോക്കി നിൽക്കുക. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചു. പെട്ടെന്ന് വായിച്ചു. 1-9 മുതൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവെടുത്തുകൾ വായിച്ചു. അറിവുള്ള വാക്യമാ, പെട്ടെന്ന് വായിച്ചു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അടുത്തത് അവൻ പോകുന്നേരം, കാഴ്ചയ്ക്ക് മറഞ്ഞിട്ടും കണ്ണു വെട്ടിക്കാതെ അവർ നോക്കി നിൽക്കുമ്പോൾ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പുരുഷന്മാരെന്ന അല്ലയോ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അത് പുരുഷൻ എന്ന് കൊടുത്തിരിക്കുന്നെങ്കിലും 2 ദൂതന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തൊന്ന് വായിച്ചേ.
എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ. അപ്പൊ അവിടെ ദൂതന്മാരെന്നാ. അപ്പൊ ഈ 2 പേര് 2 ദൂതന്മാരാ. എടുത്തൊരു കാര്യം പറയാം. എന്തോ വസ്ത്രമാ? വെള്ള വസ്ത്രം. അപ്പം വെള്ള വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. പിന്നെ ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. ഞാന് ദൈവമക്കളോട്, പെന്തിക്കോസുകാരോട് പറയും, കുറഞ്ഞ പക്ഷം സഭായോഗത്തിന് വരുമ്പോഴെങ്കിലും ബാക്കി നിങ്ങൾ പറ. വെള്ളവസ്ത്ര ഇതുപോലൊന്നും വരണമെന്ന് ഞാൻ ശടിക്കത്തില്ല, ഒക്കത്തുമില്ല. എന്നാലും കെ.എബ്രഹാം പറഞ്ഞതുപോലെ എല്ലാവരും വെള്ളയെ വരണം. അതാ നല്ലത്. വെള്ളവസ്ത്രം. അതിന് വേദപുസ്തകം നിങ്ങൾ മൊത്തം പഠിച്ചോ. വെള്ളവസ്ത്രത്തിന് വിശേഷതയുണ്ട്. അവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്തതുപോലെ വെള്ളവസ്ത്രം, വെണ്മ. ഈ വെണ്മയൊന്നും അല്ല. അവിടുത്തെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ തലമുടി ഡൈ ചെയ്തെന്നല്ല. എങ്ങനെ? പഞ്ഞി പോലെ, ഹിമത്തോളം. സ്തോത്രം. പാദത്തെ പറ്റി ഒരു പദം, ചുട്ട് പഴിപ്പിച്ച വെള്ളോട്. ജയിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന കൂട്ടത്തിലും പറഞ്ഞത് വെള്ളയുടുപ്പ്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ എണ്ണിക്കൂടാത്ത പുരുഷാരം ചോദിച്ചു, ഈ വെള്ള നിലയെങ്കിൽ ധരിച്ച് അവര് വെള്ള. മഹത്വ പ്രത്യക്ഷത 19:11 വെള്ള കുതിരപ്പുറത്ത്, വിശുദ്ധന്മാരെല്ലാം കൂടെ വെള്ള കുതിരപ്പുറത്ത്, മൊത്തം വെള്ള. നിങ്ങൾ ഈ വേദപുസ്തകം മൊത്തം പഠിച്ചേ. സ്തോത്രം. ഇന്ന് വന്നവരുടെ കാര്യമല്ല പറയുന്നത്. കുറഞ്ഞ പക്ഷം സഭായോഗത്തിന് വരുമ്പോഴെങ്കിലും അതാ യോഗ്യതയും. ഇപ്പം ചിലര് ഈ സഭായോഗത്തിന് പാടാൻ വരുമ്പോ തന്നെ കറുത്ത ടീഷർട്ട് ഇട്ടോണ്ടാ വരുന്നേ ചിലര്. അപ്പൊ അത് പറഞ്ഞൊരു തർക്കമൊന്നും വേണ്ട. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പം അതാ കുറച്ചുകൂടെ യോഗ്യത. വസ്ത്രത്തിന് വിശേഷതയുണ്ട്. സഭയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വെള്ള വസ്ത്രത്തിനാ പ്രാധാന്യം. ഏത് സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുണ്ട്. ആ മണവാട്ടിയുടെ വസ്ത്രം അച്ചായൻ പറഞ്ഞ് ഉറക്കെ പറ. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ദൈവസഭ. ആ മണവാട്ടിക്ക് വെള്ളവസ്ത്രമാ കുറച്ചുകൂടെ ഭൂഷണം. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുണ്ട്. ആരാ? ആ മണവാട്ടിയെ വെളിപ്പാട് പുസ്തകക്കാരൻ ഒന്ന് വ്യാഖ്യാനിച്ചു. ഒരു ചെറിയ സൂചന തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1, 2, 3 താഴോട്ട് മർമ്മം മഗതിയ ബാബിലോൺ. ഒന്ന് വായിച്ചോ. 17 മുതൽ ഒന്ന് വായിച്ച മോനെ. 18:1 മുതൽ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിൻ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. 3 മുതൽ വായിച്ചു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി 10 കൊമ്പ്. പിന്നെ ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ളൊരു നന്നായിട്ട് വായിക്കണം. കടും ചുവപ്പുള്ളൊരു നന്നായിട്ട് അങ്ങ് വായിക്കും.
മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കടും ചുമപ്പുള്ള ഒരു മൃഗത്തിന്മേൽ. അങ്ങനെ വായിച്ചേ. കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ. ഒരുവിന്റെ അവിടെ ഒരു പ്രശ്നമാണല്ലോ. ഒന്നുകൂടെ വായിച്ചേ, 3-ാം വാക്യം. ഞാൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ഒരു ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പാസ്റ്റർ ഒന്നും അല്ലല്ലോ, കുഴപ്പമില്ല, എന്നാലും സഹായിക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. കടുച്ചുമപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരമ്മാമ്മ ഇരിക്കുന്നു. മനസ്സിലാകാൻ അങ്ങനെ പറഞ്ഞേ. അമ്മാമ്മക്ക് വേറെ എങ്ങും ഇരിക്കാൻ സ്ഥലമില്ല. തള്ള മൃഗത്തിന്റെ പുറത്ത് കയറി ഇരിക്കുക. വായിരുമാനെ. ആ സ്ത്രീ, അമ്മാമ്മയുടെ പ്രകൃതി ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറഞ്ഞ ഉള്ള വസ്ത്രം ധരിച്ച. അപ്പം കടും ചുവപ്പ് നിറഞ്ഞുള്ള ഒരു വസ്ത്രം ധരിച്ച് പൊന്ന് രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ. എങ്ങനുണ്ട്? അപ്പൊ ഇരിക്കുന്ന മൃഗത്തിന്റെ നിറം ചുവപ്പ്, അമ്മാമ്മയുടെ ഡ്രസ്സും ചുവപ്പ്. എന്നെ അമ്മാമ്മയുടെ കാര്യം പറഞ്ഞപ്പോ എതിര് നന്നായിട്ട് പറ. ചുവപ്പ്. അപ്പൊ മൃഗത്തിന്റെ നിറം ചുവപ്പ്, ഈ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ നിറവും ചുവപ്പ്. പിന്നെ മുത്തും രക്തവും ഒക്കെ ധരിച്ചിട്ടുണ്ട്, ആഭരണമൊക്കെ ഇട്ടിട്ടുണ്ട്. മനസ്സിലാകാനാ ഇങ്ങനെ പറഞ്ഞത്. ഈ അമ്മാമ്മ ഏതാന്ന് ചോദിച്ചാൽ ആ ഭാഷ ബിബ്ലിക്കലായിട്ട് തെറ്റാ. എതിർ ക്രിസ്തു എന്ന ശരിയായ പ്രയോഗം എന്നാ ചിലർക്ക് മനസ്സിലാകാൻ അങ്ങ് തെറ്റാന്നേലും പറയാം, അന്തിക്രിസ്തു ആയിക്കോട്ടെ. ഈ ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന അമ്മ അന്തിക്രിസ്തുവിന്റെ മണവാട്ടി. മോനെ, വെളിപ്പാട് പുസ്തകം 19:11 പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. വെളിപ്പാട് 19:11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു, അതിന്റെ പുറത്തൊരുത്തൻ ഇരിക്കുന്നു. അടുത്ത വാക്യം. വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അവൻ നീതിയോടെ വിധിച്ച് അവന് ദൈവവചനം എന്ന് പേർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. അടുത്ത വാക്യം. അവന്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ. അത് ജയമെടുത്തതാ, അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും. അടുത്ത വാക്യം. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. വീണ്ടെടുപ്പിനെ കാണിക്കാൻ നമ്മളെ വീണ്ടെടുത്തു യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. അടുത്ത വാക്യം. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. തർക്കമില്ലല്ലോ, യേശുക്രിസ്തുവിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അടുത്ത വാക്യം. സ്വർഗത്തിലെ സൈന്യം. വിശുദ്ധന്മാരെ കാണിക്കുക. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഇവിടെ ഒരുവൻ ഇരിക്കുന്നു, വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. വിശുദ്ധന്മാരെല്ലാം വെള്ളക്കുതിരപ്പുറത്ത്, മൊത്തം വെള്ള. ഇത് യേശുക്രിസ്തുവിന്റെ മണവാട്ടി. മൃഗത്തിന്റെ നിറം വെള്ളക്കുതിര, ശുഭ്രവസ്ത്രധാരികളാ. എന്നാൽ ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ച് ആടയാഭരണങ്ങൾ അണിച്ചൊരു സ്ത്രീ ഇരിക്കുന്നു. ഏത് ക്രിസ്തുവിന്റെ മണവാട്ടി. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിനക്ക് ആഭരണവും പൊന്നും മുത്തും വലിയ കളർഫുൾ ആയിട്ടോ ഡ്രസ് ഒന്നുമില്ലെങ്കിലും കർത്താവ് നോക്കുമ്പം സൗന്ദര്യമുള്ളവളാ. അറിയാവുന്നൊരു പാട്ടുണ്ട്, ചേർന്ന് പാടി നമുക്ക് വേഗത്തിൽ അങ്ങ് നിർത്താം. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ടം ബേദൂരമണി, സുമുഖിയാമിവൾ കണ്ടം ബേദൂരമണി, അമ്പയരൂജാലെ അമ്പരിങ്കാറ്റയിൽ, അമ്പയരൂജാലെ അമ്പരിങ്കാറ്റയിൽ, അമ്പരെ വരുന്നതാൽ എന്തു മനോഹരം, അമ്പരെ വരുന്നതാൽ എന്തു മനോഹരം, അമ്പയരൂജാലെ. അപ്പൊ ശ്രദ്ധിക്കുക,
ഇത് യേശുക്രിസ്തുവിന്റെ മണവാട്ടി. ഓടിച്ചവസാനിപ്പിക്കുക. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ഇവരോട് പറയുക, ആകാശം എന്ന് പറയുക, എലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നു? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു. അതെന്നാ ഈ യേശു എന്ന് പറയാൻ കാര്യം? 2 കൊരിന്ത്യർ 11:4 വേറൊരു യേശുവിനെ ആയിട്ട് ആൾക്കാർ വരും. തെറ്റിപ്പോകരുത്. വേറൊരു ആത്മാവ്, വേറൊരു യേശു, വേറൊരു സുവിശേഷം. അതുകൊണ്ട് ആൾക്കാർ വരും, തെറ്റരുത്. ഈ യേശു പോയതുപോലെ തിരിച്ചു വരും. യേശു വരും, ഉറപ്പാ. ഒന്ന് അവിടുന്ന് പറഞ്ഞേച്ചു പോയി. 2 ദൂതന്മാര് വന്ന് പറഞ്ഞു പോയതുപോലെ തിരിച്ചു വരും. അവിടുത്തെ തിരുജനന സമയത്ത് ഒരു ദൂതനാ വന്ന് പറഞ്ഞത്, മറിയോട് നീ ഗർഭവതിയായ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അച്ചട്ടായിട്ട് നടന്നു. അവിടുന്ന് പോയപ്പോൾ 2 ദൂതനാ പറഞ്ഞത് പോയതുപോലെ തിരിച്ചു വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം ഉറപ്പായിട്ട് നടക്കും. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുകയാ. യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവൻ ആത്മസ്നാനം പ്രാപിക്കണം. വേർപാട് പാലിക്കണം. വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ആത്മാവിൽ പോരാടി കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഒരു കാര്യം കൂടെ കേൾക്കുന്നവരോട് പറയട്ടെ, നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകത്തിൽ പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. അവൻ പുതപ്പും അവൻ ഉടുപ്പും പുതപ്പും കിടക്കയെല്ലാം കൃമിയും പുഴുവുമാ. അതിനകത്ത് ചെന്ന് പെടരുത്. കരച്ചിലും പല്ലുകടിയും മുറവിളിയുമാ. അതിനകത്ത് ചെന്ന് പെട്ടുപോകരുത്. നിത്യതയിലെത്തണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ എണ്ണ കൊടുക്കണ്ട, തിരി കൊടുക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, വെടി വേണ്ട, കനല വേണ്ട, വെടിക്കുറ്റി വേണ്ട, ധൂപക്കുറ്റി വേണ്ട, കാശ് വേണ്ട, പുത്തം വേണ്ട, പണം വേണ്ട, പിടിപ്പണം വേണ്ട, കുരിശ് വേണ്ട, കൊന്ത വേണ്ട, മാല വേണ്ട, കുന്തം വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്ക. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാ, രക്ഷിക്കപ്പെടത്തില്ല. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുമാനമുള്ളവൻ വരും. യേശു വരും. എന്തിന്? തിരുസഭയെ ചേർക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരുവനായിട്ടൊന്നിരുങ്ങാം. എല്ലാവരും ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. ഒരിക്കൽ കൂടി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിൽ വരണം. യേശുവേ, സ്നാനപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, നിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണം. യേശുവേ, വേർപാട് പാലിച്ച് ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ. യേശുവേ, ഞാൻ കൈവിടപ്പെടാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിവുള്ള നാസറായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരും മൗനമായിരിക്കാതെ അല്പ മിനിറ്റുകൾ മുൻപോട്ട് പോയെന്നറിയാം. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ യേശു നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഗായക സംഘം സ്റ്റേജിലോട്ട് വരാൻ നമുക്കെല്ലാം കൂടെ ചേർന്ന് പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ യോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ആമേൻ പിരിച്ചുവിടുന്നതായിരിക്കും. എല്ലാവരുടെ ചേർന്ന പഴയ പാട്ടിന്റെ 2 വരികൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾ ഇരുന്നോണ്ട് കൈ അടിച്ചാൽ മതി. എഴുന്നേക്കാൻ പറഞ്ഞാൽ ചിലപ്പം എല്ലാവരും എഴുന്നേറ്റ് അങ്ങ് വെളിയിലോട്ട് പോയാൽ എന്നെ അടുക്കും. അപ്പം അതുകൊണ്ട് ഇരുന്നോണ്ട് പാടിയാൽ മതി. ഒടുവിൽ എഴുന്നേൽപ്പിക്കാം. അല്ല, അത്യാവശ്യം ആർക്കെങ്കിലും പോകണമെങ്കിൽ അവർക്ക് പോവുകയും ചെയ്യാം. ഒന്നും ഞാൻ പറയത്തില്ല. ഇന്നാളൊരാൾ പറഞ്ഞു, എടാ യോഗത്തിന് എഴുന്നേറ്റ് ഇടയ്ക്ക് പോകാനൊക്കത്തില്ല, അയാൾ ബോധമുള്ളവനല്ല, എന്തേലും വിളിച്ച് പറഞ്ഞാൽ നാണക്കേടാ, അതുകൊണ്ട് അങ്ങ് ഇരുന്ന് പോകാൻ. അങ്ങനെ ആരും ഇരിക്കണ്ട. അത്യാവശ്യമുള്ള ആരെങ്കിലും പോകേണ്ടവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരുന്ന് 2 ശീലം പാട്ട് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പഴയ പാട്ടാ, വിദ്വാൻ കുട്ടിച്ചന്റെ പാട്ടാ. 2 ശീല. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കുള്ളോ. കരുണ നിറഞ്ഞ എന്റെ കൂടെ കർത്തദാസന്മാർ പോലെ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപച്ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പാൽ കുരിശെടുത്തു കർത്തദാസന്മാരെന്ന് സ്തുതിപ്പിൽ സ്തുതി
ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോക പാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിനെ കുരിശെടുത്തു ഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ കൈയടിച്ച് ചേർന്ന് കൈയടിച്ച് ചേർന്ന് ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ വഴിയും സത്യവും ജീവനും അവനെ, അവൻ അരികിൽ വരുവിൻ വഴിയും ആശ്വാസമേകുമേലവൻ. പാപ ചുമടൊഴിത്തവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴും പൊടിയും മേഘം തുണിൽ നിന്നു ഓ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തത് ചേലൊടുമുഖ ഭാവമാദിത്യ ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി നിൽക്കുന്ന ദൈവകൊണ്ടാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ സ്തുതിപ്പി ലോകത്തിൽ പാപത്തെ നീക്കുവാൻ ആദിവനായി വന്ന ദൈവകൊണ്ടാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ.